ഇപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും യേശു കർത്താവിൻ്റെ വന്യ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരാഴ്ചത്തെ കൺവെൻഷന്റെ അവസാന ദിവസം നാം വന്നു നിൽക്കുമ്പോൾ ദേശത്തോടുള്ള ദൂത് മാത്രമല്ല, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ദൈവമക്കളോടും കർത്താവിന് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടാനുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. ഒരു ഞായറാഴ്ച പ്രഭാതം ഇങ്ങനെ ഈ വിധമായി ക്രമീകരിക്കപ്പെട്ട് നമുക്ക് കൂടി വരുവാൻ കർത്താവ് ഈ ദേശത്ത് കാരണമാക്കിയത് അവിടുത്തെ കൃപ മാത്രമാണ്. ആ കൃപയെ വർണ്ണിക്കുവാൻ, പാടുവാൻ, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ കഴിഞ്ഞ പോയ എല്ലാ നിമിഷങ്ങളിലും കർത്താവ് നമ്മളെ സഹായിച്ചു. എന്നാലും നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ, ഇന്ന് നാം ഇവിടെ ഇങ്ങനെ ഒരു ഞായറാഴ്ച പ്രഭാതം കൂടുവാൻ കാരണം, ഇങ്ങനെ ഒരു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുവാൻ, ദൈവജനത്തിന്റെ വിശുദ്ധ സഭായോഗമായി ഇങ്ങനെ സമ്മേളിക്കുവാൻ കാരണം ഒന്ന് മാത്രമാണ്. എന്താണ്? ഇത് ഉയർപ്പിന്റെ സുപ്രഭാതമാണ്. ഇത് പുനരുത്ഥാനത്തിന്റെ പ്രഭാതമാണ്. യേശു ഉയർത്തെഴുന്നേറ്റേണ്ട ഇന്നും നിലനിൽക്കുന്ന ഒരു സാക്ഷ്യമാണ് ലോകമെമ്പാടും വിശുദ്ധന്മാർ ഞായറാഴ്ച പ്രഭാതം കൂടി വരുന്നത്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദൈവവചന ചിന്തകളിലേക്ക് നാം കടക്കുമ്പോൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് ദേശത്തോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ മഹത്വമാണ് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിന്റെ കാതൽ. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1 വാക്യം മുതൽ ഒന്ന് വായിച്ച് സഹായിച്ചാലും. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മതി. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പൗലോസ് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാലും. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും. പൗലോസ് താൻ സ്ഥാപിച്ച കൊരിന്ത്യർക്ക് കത്തെഴുതുമ്പോൾ ഈ 1 ലേഖനത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ 14 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അതിന്റെ ആദ്യ അധ്യായം മുതൽ നമ്മൾ നോക്കുമ്പോൾ ദൈവസഭ നേരിടുന്ന വളരെ പ്രതിസന്ധിയായ വിഷയങ്ങളുണ്ട്. നാം ഈ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ ശരിക്കും അന്തം വിട്ടുപോകും. ഇത്രയ്ക്ക് പ്രശ്നമുള്ള സഭ ഇന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രശ്നങ്ങൾ വളരെ സഭകളിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഇത്രമാത്രം പ്രശ്നങ്ങളെ പൗലോസ് കൈകാര്യം ചെയ്യുമ്പോൾ, പൗലോസ് സ്ഥാപിച്ച നേരിട്ട് അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ദൈവവചനത്തിൽ അടിത്തറയുള്ള ഈ ദൈവസഭ നേരിട്ട വെല്ലുവിളികൾ ചില്ലറയല്ല. ഒരു അർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നത്, അന്ന് ഇങ്ങനെ കത്തെഴുതി ഈ വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് അത്ര കണ്ട് വിഷയങ്ങൾ ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. അതുപോലെയുള്ള കടികട്ടി വിഷയങ്ങളാണ് 1 അധ്യായം മുതൽ 4 അധ്യായം വരെ സഭയ്ക്കുള്ളിൽ ഭിന്നതയുടെ പ്രശ്നമാണ്. പൗലോസ് സ്ഥാപിച്ച സഭയിൽ കക്ഷി തിരിഞ്ഞ ആൾക്കാർ പറയുകയാണ്, ചിലർ പൗലോസിന്റെ പക്ഷം, ചിലർ കേഫായുടെ പക്ഷം, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷം. ഇതിലൊന്നും പെടാത്ത ഒരു കൂടിയ ആത്മികരുണ്ട്. അവരാരുടെ പക്ഷമാ? അവരാണ് ഏറ്റവും അപകടം. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ സഭ ചേരിതിരിഞ്ഞ് ഏകനാഥനായ ക്രിസ്തുവിന്റെ അനുയായികളാകേണ്ടതിന് പകരം ദൈവദാസന്മാരെ ചൊല്ലി വിഭജിച്ചു പോയ ഒരു കൂട്ടമായി കാണുന്നു. 5 അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്തത് പലത് ഇന്ന് സഭയിലുണ്ട്. അങ്ങനത്തെ ദുർനടപ്പ് സഭയ്ക്കുള്ളിൽ തലപൊക്കുകയാണ്. പൗലോസ് ഖണ്ഡിതമായി അതിനുവേണ്ടി തിരുത്തലുകൾ നൽകുകയാണ്. 6 അധ്യായത്തിൽ നാം കാണുന്നത്, സഭയിലുള്ളവർ തമ്മിൽ കേസ് വാദിപ്പാൻ ലോകത്തിലെ ജഡികരായ ദൈവമില്ലാത്ത ന്യായാധിപന്മാരുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ സഭയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്ത് കോടതി കയറി ഇറങ്ങുന്ന ഒരു പ്രവണത ഇന്ന് വലിയ പ്രത്യേകിച്ച് അന്യമുള്ള ഒരു കാര്യമല്ല. ഞാൻ അവളൊന്നും എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പൗലോസ് നേരിട്ട വെല്ലുവിളികൾ ഞാൻ ഒന്ന് നിരത്തി 15 അധ്യായത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. 7 അധ്യായത്തിൽ കുടുംബജീവിതം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, 8 മുതൽ 10 അധ്യായം വരെ വിഗ്രഹാർപ്പിതത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ,
ഇങ്ങനെ ദൈവസഭ നേരിടുന്ന വിഷയങ്ങൾ ചില്ലറയല്ല. ഈ വെല്ലുവിളികളുടെ നടുവിൽ ദൈവസഭയെ ദൈവവചനത്താൽ ദൈവദാസൻ ഉറപ്പിക്കുകയാണ്. 11-ാം അധ്യായം മുതൽ ദൈവസഭയുടെ സഭായോഗങ്ങളുടെ ക്രമത്തെ ചൊല്ലി, കർത്തൃമേശയെ ചൊല്ലി 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ കൃപാവരങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ എഴുതി ചോദിച്ചതായിട്ട് 7-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു. ക്ലോയയുടെ ഭവനക്കാർ പൗലോസിനെ അറിയിച്ചതായിട്ട് 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഇങ്ങനെ വിവിധങ്ങളായ വെല്ലുവിളികൾ ദൈവസഭ നേരിടുമ്പോൾ ഇതിന്റെ നടുവിൽ സഭ നിലനിൽക്കണമെങ്കിൽ ഒറ്റ വാക്കിൽ ചെന്നാണ് 15-ാം അധ്യായത്തിൽ മറുപടി നിൽക്കുന്നത്. സഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളുടെ പരിഹാരം ഇരിക്കുന്നത് ഒരു പ്രയോഗത്തിലാണ്, ഒരു സത്യത്തിലാണ്, ഒരു ദൂതിലാണ്, ഒരു വെളിപ്പാടിലാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചത്, നിങ്ങൾ നിലനിൽക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ, ആ വാക്ക് ശ്രദ്ധിച്ചേ, സുവിശേഷം. ഇന്ന് ഈ പന്തലിൽ മുഴങ്ങിക്കേൾക്കേണ്ട വാക്കാണ് സുവിശേഷം. കഴിഞ്ഞ 7 ദിവസം നാം കേട്ട വാക്കാണ് സുവിശേഷം. ഈ സുവിശേഷത്തിലാണ് പുറത്തുള്ളവരുടെ ആത്മരക്ഷ മാത്രമല്ല, അകത്തുള്ള ദൈവസഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരം ഇരിക്കുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷം എന്ന വാക്ക് കേട്ട് തഴമ്പിച്ചു പോയ ഒരു ആത്മീയ സമൂഹമാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത്. സുവിശേഷം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർ കോട്ടുവാവിടും, ഞങ്ങൾ എത്ര കേട്ടതാ. എന്നാൽ ഈ ദേശത്ത് 28 വർഷമായി സുവിശേഷം കേൾക്കുവാൻ ഇങ്ങനൊരു വേദി ഒരുക്കപ്പെട്ടത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ആവർത്തന വിരസതയെന്ന് തോന്നാതെ ഈ സത്യത്തിന്റെ മഹത്വവും ഇത് ദേശം കേൾക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് ആത്മഭാരത്തോട് വർഷത്തിൽ ഒരാഴ്ച മാറ്റിവെച്ച് ഈ ദേശത്തോട് ഇങ്ങനെ ദൂതറിയിപ്പാൻ ഇവിടുള്ള ദൈവദാസന്മാരും ദൈവമക്കളും കാണിക്കുന്ന ആത്മസന്നദ്ധതയോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുക. സുവിശേഷം എന്ന വാക്ക്, ആ സുവിശേഷത്തിന്റെ ആ ആഴം നിങ്ങളുടെ മുൻപിൽ ഒന്ന് ഞാൻ പറഞ്ഞ് 3-4 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ പ്രധാന വിഷയം യേശു കർത്താവിന്റെ പുനരുത്ഥാനം, അതിൻ്റെ മഹത്വം നാം ഇന്ന് കണ്ടിട്ട് വേണം പോകാൻ, അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. നീ ദൈവമക്കളാണെന്ന്, വിശ്വാസികളാണെന്ന്, വിശുദ്ധന്മാരാണെന്നൊക്കെ നമ്മൾക്ക് ലേബൽ ഉണ്ടെങ്കിലും യേശു കർത്താവിന്റെ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തെ ആകമാനമായി സ്വാധീനിക്കുവാൻ നമ്മൾ ആ സത്യത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിപ്പാനും അവസാനം ദൈവവചനത്തിന് മുൻപിൽ സമർപ്പിക്കുവാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും താല്പര്യപ്പെടുക. പൗലോസ് പറയുന്ന ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് എന്താ, നിങ്ങൾക്ക് അറിയിച്ച മെസ്സേജ് എന്താ, നിങ്ങൾക്ക് ലഭിച്ചതും, നിങ്ങളോട് ഞാൻ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ റിസീവ് ചെയ്തതും. 3, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുക? നിൽക്കുകയാ. ഞാൻ പ്രസംഗിച്ചു, നിങ്ങളത് റിസീവ് ചെയ്തു, ഇപ്പോൾ നിങ്ങളതിൽ നിൽക്കുന്നു. 4, നിങ്ങളത് വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ വിശ്വസിച്ച് എന്ന് മാത്രമല്ല, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചു കൊണ്ടാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, നിങ്ങൾ റിസീവ് ചെയ്തു, നിങ്ങൾ അതിൽ നിൽക്കുന്നു, നിങ്ങൾ അതിൽ വിശ്വസിച്ചു, വിശ്വാസത്താൽ ആത്മരക്ഷ കരസ്ഥമാക്കി. ആ ആത്മരക്ഷ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുക. ആ സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചുകൊള്ളണം. ആ സുവിശേഷം കൈമോശം വരരുത്. ആ സുവിശേഷം കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകരുത്. പിടുത്തം വിട്ടുപോകാതെ ഈ സുവിശേഷത്തെ മുറുകെ പിടിക്കണം. സുവിശേഷം കയറിക്കൂടുവാൻ പെന്തക്കോസ്തിലോ വേർപെട്ട സമൂഹത്തിലോ കേറാനുള്ള എൻട്രി പാസ് മാത്രമല്ല. പലരും സുവിശേഷത്തെ ചിന്തിക്കുന്നത് ഇത് കയറി വരുവാൻ, പുറത്തുള്ളവർക്ക് അകത്ത് കയറുവാനുള്ള ഒരു എൻട്രി പാസ്സാണ് സുവിശേഷം. അല്ല, അത് മാത്രമല്ല, ഇതിൽ പിടുത്തമുണ്ടെങ്കിലേ
ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ആഴമായി പതിഞ്ഞാൽ മാത്രമേ, നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്താൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളികളാകത്തുള്ളൂ. തുടക്കം എങ്ങനെയാണെന്നല്ല ചോദ്യം, തുടക്കത്തിൽ സുവിശേഷം എങ്ങനെ ഏറ്റെടുത്തെന്ന് മാത്രമല്ല ചോദ്യം, ഒടുക്കം വരെ സുവിശേഷത്തെ മുറുകെ പിടിക്കുന്നവരാണ് ബിരുദം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം പിടുത്തം വിടാതെ അവസാനം വരെ മുറുകെ പിടിക്കേണ്ട ഒരു നിധിയാണ്. അതിന്റെ ആഴമൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷം എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പതിവ് പല്ലവിയായി അർത്ഥശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. സുവിശേഷ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ നമുക്ക് എക്സൈറ്റിംഗ് എന്താണെന്നറിയാമോ? ഞാനൊരു ഉദാഹരണം പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാം. നമുക്ക് അല്പം കൂടെ കൗതുകം തോന്നുന്നത്, ഇന്ന് ഞാൻ പ്രത്യേകമായ ചില അന്ത്യകാല സംബന്ധമായ സംഭവങ്ങൾ പറയാൻ പോകുവാണെന്ന് പറഞ്ഞാലോ, 666 പൊരുൾ തിരിക്കാൻ പോകുവാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ എവിടുന്നാണ് എതിർ ക്രിസ്തു വരാൻ പോകുന്നതെന്ന് പറഞ്ഞാലോ, നമ്മുടെ മയക്കമെല്ലാം മാറി നമ്മൾ മുൾമുനയിൽ നിന്ന് കേൾക്കും. നമുക്ക് എക്സൈറ്റ്മെന്റ് പലപ്പോഴും ഇങ്ങനെയുള്ള അന്ത്യകാല സംഭവങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ തിരിച്ചറിയുകയും അതിൽ ധാരണ വരികയും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ എക്സൈറ്റ്മെന്റ് ലോക സംഭവങ്ങളെയും പത്രമാധ്യമങ്ങളുടെ വാർത്തകളെയും ഇന്നത്തെ ആധുനിക വിഷയങ്ങളെയെല്ലാം ആ ഒരു അന്ത്യകാല ശാസ്ത്ര വീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കുന്നത് മാത്രമായി പോകരുത്. എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് എടുത്തു പറഞ്ഞാൽ, ഈ തിരുവെഴുത്തിൽ ഒത്തിരി ഉപദേശങ്ങളുണ്ട്. രക്ഷയുടെ ഉപദേശമുണ്ട്, വിശ്വാസം, പ്രത്യാശ, നിത്യജീവൻ, അന്ത്യകാല സംഭവങ്ങൾ, സഭ എന്നിത്യാദി ഉപദേശങ്ങളുടെ കലവറയാണ് ബൈബിൾ. പക്ഷെ ഈ ഉപദേശങ്ങളുടെ എല്ലാം മണിമകുടമാണ് സുവിശേഷം. ബൈബിളിൽ വെളിപ്പെട്ട എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ എടുത്താൽ, ദൈവത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ദൂതന്മാരെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്ര വിഷയങ്ങളുടെ ഓരോ പൊരുളുകൾ എടുത്താലും അതിനെയെല്ലാം പൂർണ്ണമാക്കുന്ന ഇതിൻ്റെ മണിമകുടമാണ് സുവിശേഷം. എന്ന് പറഞ്ഞാൽ, അന്ത്യകാല സംബന്ധമായ വിഷയങ്ങളുടെ ആ കൗതുകത്തെ ഞാൻ എടുത്തു പറഞ്ഞത് നിങ്ങളുടെ ഭാവനയ്ക്കൊരു കാര്യം ഞാൻ ഒന്ന് ഇട്ടു തരിക. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വലിയ അഭംഗരമുള്ള ചർച്ചകൾ നടക്കുന്നു, വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ചിലർ പറയുന്നു ഇങ്ങനെയാണ്, യേശുവിൻ്റെ വരവ് ഈ ഒരു സമയത്ത് നടക്കും. ചിലർ പറയുന്നു അല്ല, മറ്റൊരു സമയത്താണ്. യേശുവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് ബോധ്യവും ധാരണയും തിരുവെഴുത്തിൽ നിന്ന് പ്രാപിച്ച ദൈവമക്കളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാലും ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നൂറ്റാണ്ടുകളായി ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ തമ്മിൽ നടക്കുന്നു. ഞാൻ പറയട്ടെ, യേശു മടങ്ങി വരുമ്പോൾ യേശുവിൻ്റെ പൊന്മുഖം നാം കാണുന്ന ആദ്യ നിമിഷത്തിൽ നമ്മുടെ സകല അന്ത്യകാല സംബന്ധ സംശയങ്ങൾ തീരും. ഇന്ന് പ്രീ ട്രിബെന്നും പോസ്റ്റ് ട്രിബെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ തമ്മിൽ തല്ലുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ പലർക്കും കഴിയാതെ മറവായി നിൽക്കുമ്പോൾ അന്ത്യകാല സംബന്ധ വിഷയത്തിലുള്ള എല്ലാ വാദപ്രതിവാദങ്ങളും തീരുന്നത് യേശു മടങ്ങി വരുമ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരമാകും. യേശുവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ നമ്മുടെ എല്ലാ ബൈബിൾ സംശയങ്ങൾ തീർന്നു. ബൈബിളിൽ പല സംശയങ്ങൾ നമുക്കൊക്കെ കാണും. ഞാനൊരു ബൈബിൾ കോളേജ് അധ്യാപകനായതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളും അല്ലാതെയുള്ളവരുമൊക്കെയും നിരന്തരം സംശയങ്ങൾ അയച്ചു ചോദിക്കാറുണ്ട്. ഞാൻ അതിനൊക്കെ ഉത്തരം പറയാറുണ്ട്. അതിനോർത്ത് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നെങ്കിലും ആ സംശയങ്ങളെല്ലാം തീരും എപ്പം? യേശുവിൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, ദൈവശാസ്ത്ര കെടികെട്ടിയ പറഞ്ഞു തീരാൻ കഴിയാത്ത, കെട്ടടിക്കാൻ കഴിയാത്ത, ഉത്തരം പറഞ്ഞ് സമാപ്തി വരുത്താൻ കഴിയാത്ത എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകും. എപ്പം മറുപടി ഉണ്ടാകും? കർത്താവിൻ്റെ വരവിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, യേശു മടങ്ങി വന്നാലും ഒരു നിത്യത മുഴുവനും പറഞ്ഞു തീരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ മഹത്വമാണ്. സുവിശേഷത്തിന്റെ മഹത്വം ഒരിക്കലും തീരുന്നില്ല.
വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്വർഗത്തിൽ കേൾക്കുന്ന ഒരു പ്രത്യേക ഒരു ആത്മീയ സ്തുതിസ്തോത്രാലാപനമുണ്ട്. സ്വർഗത്തിൽ അവർ പാടിയ ഒരു പാട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ഞാൻ ഒരു പുതിയ പാട്ട് കേട്ടു. എന്താ പുതിയ പാട്ട്? എന്താണ് പുതിയ പാട്ട്? ആ പാട്ടിലെ വരികളിൽ പുതുമയുള്ളത് എന്തെങ്കിലും ഉണ്ടോ? എന്താ പാട്ടിന്റെ ഉള്ളടക്കം? കുഞ്ഞാടേ നീ യോഗ്യൻ, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നുള്ളവരെ നിനക്കായി വീണ്ടെടുത്തു എന്നിങ്ങനെ ഞാൻ ഒരു പുതിയ പാട്ട് കേട്ടെന്ന് യോഹന്നാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ പാട്ടിൽ നമുക്കറിയാത്ത പുതിയ ഏത് കാര്യമുണ്ട്? ആ പാട്ടിന്റെ പുതുമ എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ഏതോ പുതിയ മർമ്മമെന്നല്ല. നിത്യതയുടെ പൊൻപുലരിയിൽ ഓരോ നിമിഷവും, നിത്യതയുടെ ഓരോ അനുഭവങ്ങളിലും പഴക്കം വന്ന് കാലകർണപ്പെട്ടു പോകാത്ത പുതുമയോടെ നിലനിൽക്കുന്ന ഒരു സത്യമുണ്ടെങ്കിൽ യേശു അവിടുത്തെ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവറി ക്രൂശിൽ ചെയ്തെടുത്ത രക്ഷണ്യ പ്രവൃത്തിയാണ് നിത്യതയുടെ പ്രതിപാദ്യ വിഷയം. അതിലപ്പുറം ഒരു പാട്ട് നിത്യതയിൽ മുഴങ്ങി കേൾക്കാനില്ല. സുവിശേഷത്തെക്കാൾ വലിയൊരു ദൂത് നിത്യതയിൽ പ്രസ്താവിക്കപ്പെടാനില്ല. ഒരു നിത്യത മൊത്തം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ കൂടി നമ്മുടെ ആത്മരക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ അനാദി നിർണയത്തിന്റെ മഹത്വമാണ്. അതാണ് സുവിശേഷം. എല്ലാത്തിന്റെയും മണിമകുടമാണെന്ന് പറയാൻ കാരണം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആത്മീക അനുഭവങ്ങളും, നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ആത്മീക പ്രവർത്തനങ്ങളും നിത്യതയിൽ അതിന്റെ സമാപനത്തിലെത്തുമെങ്കിലും സമാപനമില്ലാതെ നിത്യത മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് സുവിശേഷത്തിന്റെ കീർത്തിയാണ്. ആ സുവിശേഷത്തിന്റെ മഹത്വം നാം ഇന്ന് കാണണം. പൗലോസ് പറയുന്നത്, കൊരിന്ത്യ സഭയെ, നിങ്ങൾ നേരിടുന്ന എല്ലാ വിഷയത്തിന്റെയും എല്ലാ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും പരിഹാരം ഇരിക്കുന്നത് നിങ്ങൾ കേട്ട, നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങൾ വിശ്വസിച്ച, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ഞാൻ സുവിശേഷിച്ച ഈ സുവിശേഷം നിങ്ങളൊന്ന് മുറുകെ പിടിച്ചാൽ അതിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് മതി. ആ സുവിശേഷത്തെ ഒരു നിധി പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ. ഞാൻ ഈ വചനങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ അധ്യാപന വൃത്തി ചെയ്യുന്ന ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ആ സ്ഥാപക പ്രസിഡന്റായ TG കോശി സാറിനെയാ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ്, ഇതിനേക്ക് 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥിയായി ഞാൻ ആ ബൈബിൾ കോളേജിൽ എത്തുമ്പോൾ, അന്ന് തൻ്റെ 80കളിലാണ് കോശി സാറ്. അന്ന് ഞാൻ തന്നിൽ കണ്ട, എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ആ വളരെ ഭക്തനായ ദൈവദാസനിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാര്യം, തൻ്റെ 14-ാം വയസ്സിൽ താൻ രക്ഷിക്കപ്പെട്ട അനുഭവം. ഓരോ കർത്തൃമേശ ശുശ്രൂഷയിലും ഓരോ സഭായോഗത്തിലും താൻ ആ രക്ഷയുടെ അനുഭവത്തെ ഒന്ന് അയവിറക്കി, തൻ്റെ കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീര് ധാരധാരെ ഒഴുകി താൻ വർണ്ണിക്കുമ്പോൾ ഇപ്പോൾ നടന്ന ഒരു സംഭവം പോലെയാണ് 60-65 വർഷം മുൻപ് നടന്ന തൻ്റെ രക്ഷയുടെ അനുഭവത്തെ താൻ വിവരിച്ചത്. സുവിശേഷവും യേശു നൽകിയ ആത്മരക്ഷ അത്രമാത്രം തനിക്ക് പുതുമയുള്ളതായി എന്നും കാണുവാൻ ആ മനുഷ്യനിൽ, ആ വന്യവയോധികനിൽ ഞാൻ കണ്ട ആ സുവിശേഷത്തിന്റെ ആ ആഴം, ആ സുവിശേഷത്തിന്റെ ആ മാധുരിമ, ആ സുവിശേഷം താൻ വർണ്ണിക്കുമ്പോൾ തൻ്റെ ഹൃദയവും തൻ്റെ വികാരങ്ങളും വെളിപ്പെടുത്തി താൻ അതിൽ ലയിച്ച് തന്നെ ദൈവം രക്ഷിച്ചത് വർണ്ണിക്കുമ്പോൾ വാക്കുകൾ പരിമിതമായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുപോലെ ഒരു പുതുമ, അതുപോലെ ഒരു ഇണയെടുപ്പം സുവിശേഷം എന്ന സത്യവുമായി നമുക്കുണ്ടോ? അത് സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു പഴഞ്ചൻ കഥ കേട്ട് തഴമ്പിച്ച എന്തോ കാര്യം പോലെയാണോ സുവിശേഷത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത്? പൗലോസ് പറയാണ്, മറന്നു പോകരുത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് ദൗത്യ നിർവഹണത്തിൽ സുവിശേഷ ഘോഷണം നടത്തി നിങ്ങളെ ക്രിസ്തുവിലേക്ക് കരം പിടിച്ച് നടത്തിയപ്പോൾ ഞാൻ സുവിശേഷിച്ചത് ഇന്ന വിധമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങളത് ഓർക്കുക മാത്രമല്ല,
അത് നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, അതിൽ നിങ്ങൾ നിലനിന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ അടിച്ചാലും ഈ സുവിശേഷത്തിന്റെ ദൂത് നിങ്ങളെ അക്കരെ എത്തിക്കുവാൻ മതിയായതാണ്. 3-ാം വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. പൗലോസ് പറയുകയാണ്, ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞ സുവിശേഷം എന്താണ്? നിങ്ങൾക്കതെങ്ങനെ തോന്നിയാലും, നിങ്ങൾക്ക് ആവർത്തന വിരസതയായി ഭവിച്ചാലും, എനിക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് ആദ്യമായി കൈമാറിയ ഒരു ദൂതുണ്ട്. എല്ലാത്തിനും മുൻപ്, എല്ലാത്തിനും ആദ്യമായി, ഇൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, യേശു കർത്താവിന്റെ രക്ഷണ്യ സുവിശേഷത്തെ പൗലോസ് ഈ ജനത്തിന് കൈമാറിയതിന്റെ പ്രാധാന്യത എന്താണ്? പ്രാധാന്യത മറ്റൊന്നുമല്ല. പൗലോസ് പറയുന്നത്, ഏറ്റവും ആദ്യമായി, ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഒന്നാമതായി നിങ്ങൾക്ക് ഞാൻ കൈമാറിയത് എന്താ? എല്ലാറ്റിനും ഉപരി, എല്ലാറ്റിലും മുഖ്യമായി, എല്ലാറ്റിലും മീതെ, ആദ്യമായി, ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് കൈമാറിയ ദൂത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പൗലോസ് പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ആദ്യം കൈമാറിയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് എന്തോ കൈമാറിയെന്നല്ല. ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് കൈമാറിയത് ഇതാണെന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞ് 2, 3 വേറെ എന്തോ ആണെന്നല്ല. ഞാൻ നിങ്ങൾക്ക് കൈമാറിയതിലെ ആകത്തുക ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ ദൂതുകളുടെയും ആകത്തുക ഇതാണ്. എന്താണ്? ക്രിസ്തുയേശു തിരുവെഴുത്തിൻ പ്രകാരം എന്ത് ചെയ്തു? മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഒന്നാമതായും ഏറ്റവും പ്രസക്തിയുള്ളതായും ഞാൻ നിങ്ങൾക്ക് കൈമാറിയ ദൂത്. ഇന്നത്തെ ആധുനിക ആത്മീയതയിൽ നാം ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ദൂതാണ്, ആരും പറയാത്തൊരു ദൂത്. ഇന്നത്തെ പ്രസംഗികൾ അരങ്ങ് നിറച്ച് പറയുന്നത് എന്താണ്? ഇപ്പോൾ കിട്ടിയത് പുതിയതൊന്ന് പറയുമ്പോൾ ജനം ആവേശഭരിതരാകാറുണ്ട്. ഞാൻ പറയട്ടെ, ബൈബിളിന് പുതിയതൊന്നായിട്ട് നമുക്ക് നൽകാൻ ഒന്നുമില്ല. ബൈബിളിന്റെ സന്ദേശം ഏകമാണ്, ബൈബിളിന്റെ സന്ദേശം പ്രത്യേകമാണ്. ഒരിക്കലായി ഫലമേൽപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ സംഹിതയുണ്ട്. അതിന് പഴക്കം വരുന്നില്ല, അത് കാലഹരണപ്പെട്ടു പോകുന്നില്ല. കാലഘട്ടങ്ങൾ എത്ര മാറി മറിഞ്ഞാലും എന്നും നിലനിൽക്കുന്ന നിത്യസത്യമാണ്. യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അതിനപ്പുറം ഒരു പുതിയ ദൂത് നമുക്കില്ല. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത് ഇതിനോട് ചേർത്ത് ഞാൻ ഓർത്തു പോകുക. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, എന്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ സമയമായെന്ന് എന്റെ നാഥൻ എന്നോട് പറഞ്ഞിരിക്കുക. എന്നാൽ ഈ കൂടാരത്തിൽ പാർക്കുന്ന കാലമൊക്കെ ഞാൻ എന്തു ചെയ്യും? ഞാൻ ഈ കൂടാരത്തിൽ പാർക്കുന്ന കാലമൊക്കെയും ഞാൻ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങളെ വീണ്ടും ഓർപ്പിച്ചുണർത്തിക്കൊണ്ടിരിക്കും. ഞാനൊരു പുതിയ ദൂത് പറയാൻ വരികയല്ല. ഞാൻ ഈ കത്തെഴുതുന്നത് ഇതുവരെ പറയാത്തൊരു ദൂത് പറയാനല്ല. നിങ്ങൾ കേട്ട ദൂത്, ഞാൻ നിങ്ങൾക്ക് കൈമാറിയ ദൂത്, ഞാൻ കൂടാരത്തിൽ പാർക്കും വരെ നിങ്ങൾക്കത് ആവർത്തനമായി തോന്നിയാലും വിഷയമില്ല. ഞാൻ ഇത് വീണ്ടും പറയും. ഇതാണ് ഏറ്റവും വലിയ ദൂത്. ഇതിനപ്പുറം ഒരു ദൂതില്ല. യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നിന്നുകൊണ്ട് ദൈവജനത്തോടും ദേശത്തോടും എനിക്ക് കൈമാറാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതുണ്ട്. യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ആധുനിക തലമുറയിൽ യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും മുഴങ്ങുന്ന ചോദ്യമാണ്, നമ്മുടെ കൂടെ
നമ്മുടെ നാട്ടിൽ പാർക്കുന്ന, ഞങ്ങളുടെ കൂടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർ അന്യമതസ്ഥരായി അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിൽപ്പെട്ടവരുണ്ട്. അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെപ്പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണല്ലോ ബൈബിളും. അവരവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, നമ്മൾ നമ്മുടെ ഗ്രന്ഥം വായിക്കുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറെ ഐതിഹ്യങ്ങളും കുറെ കഥകളുമുണ്ട്. നമ്മുടെ ഗ്രന്ഥത്തിലും എന്തുണ്ട്? എന്ന് പറഞ്ഞതുപോലെ പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു കെട്ടുകഥയല്ല, ഒരു കിഴവിക്കഥയല്ല, ഒരു മനുഷ്യനിർമ്മിത എന്തോ ഗൂഢാലോചനയുടെ ഒരു ആവിർഭാവമല്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും നമ്മുടെ തലമുറകളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ഒരു ഉണർവിന്റെ മണ്ഡലത്തിൽ സന്തോഷിച്ച് ആനന്ദിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് ഒരു ആത്മതൃപ്തി നേടി വീട്ടിൽ പോകുമ്പോൾ ഇവിടെ വന്ന് ശൂന്യമായി വന്ന് ചോദ്യങ്ങളുമായി വന്ന് ലോകം കുത്തിവെച്ച സംശയങ്ങൾ കൊണ്ടു നടന്ന് ഉത്തരം കിട്ടാതെ ഒരു തലമുറ വിശ്വാസത്തിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ നടുവിൽ ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ് ദേശത്തോടും അടുത്ത തലമുറയോടും ഇവിടെ വന്നിരിക്കുന്നവരോടും ഒരു നഗ്ന സത്യം തെളിവായി വിളിച്ചു പറയുക. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു കഥയല്ല, ഒരു ഐതിഹ്യമല്ല, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. ബൈബിളിന്റെ ഈ പ്രസ്താവന, ഇവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് അക്കമിട്ട് പറയാനുള്ളത്, ബൈബിളിന്റെ ഈ പ്രസ്താവനകളെ പിൻതാങ്ങുന്ന ഒരു ചരിത്ര പിൻബലം ബൈബിളിനുണ്ട്. മറ്റൊരു കൃതിക്കുമില്ലാത്ത പിൻബലം. ലോകത്തിലുള്ള അംഗീകൃത 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം പഠിക്കുന്ന ക്രൈസ്തവർ മാത്രം, അക്രൈസ്തവരും ഈവൻ യുക്തിവാദികൾ പോലും പഠന പൈതൃകവും പാരമ്പര്യവും പഠന പശ്ചാത്തലവുമുള്ള പാണ്ഡിത്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. യുക്തിയില്ലാത്ത സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനൊക്കെ വായിൽ വരുന്ന വിളിച്ചു പറയുന്ന യുക്തിരഹിതവാദികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ വിഷയങ്ങളെ പഠിക്കുന്ന വ്യക്തികൾ അംഗീകരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അത് ഈ വാക്യങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 സത്യങ്ങൾ ഞാനൊന്ന് അക്കമിട്ട് ഞാൻ പറഞ്ഞ് ഈ വാക്യങ്ങളിൽ തന്നെ നമ്മുടെ ധ്യാനം ഞാൻ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുക. 1-ാമത്തെ സത്യം, യേശു കർത്താവ് തൻ്റെ 33 തിരുവയസ്സിൽ അന്നത്തെ റോമൻ നിയമത്തിനനുസരിച്ച് വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ക്രൂശ് മരണത്തിൽ കൂടി മരണം അണഞ്ഞു എന്നുള്ള സത്യം ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. ചരിത്രത്തിന്റെ പിൻബലമുള്ള സത്യമാണ്. ബൈബിൾ അംഗീകരിക്കാത്ത വ്യക്തി പോലും അംഗീകരിച്ചേ മതിയാകൂ. യേശു ക്രൂശിൽ മരിച്ചു. യേശുവിൻ്റെ മരണം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ രേഖകളിലേക്ക്, കൃതികൾ, സത്യത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചുകൂടാതെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പിന്നീട് വന്ന് ചോദിച്ചാലും, ബൈബിൾ അതിൻ്റെ പൂർണ്ണ നിലയിൽ വിശ്വാസത്തോടുകൂടി അംഗീകരിക്കാത്തവരെ പോലും അംഗീകരിക്കുന്ന 1-ാമത്തെ സത്യമാണ്, യേശു ക്രൂശീകരണം വഴിയായി മരിച്ചു. യേശുവിൻ്റെ മരണം ചരിത്രത്തിൽ നടന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുള്ള യുക്തിവാദികൾ ആദ്യം പറഞ്ഞത് യേശു ഒരു മിത്താണ്, യേശു ഒരു കെട്ടുകഥയാണെന്ന. പിന്നീട് സത്യമായ കാര്യങ്ങൾ പൊരുൾ തിരിച്ച് പറയുവാൻ രംഗത്ത് ദൈവം നമ്മുടെ സമൂഹത്തിൽ തന്നെ ആളുകളെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ വാദമെല്ലാം തിരുത്തി. ഇപ്പൊ അവരതല്ല പറയുന്നത്. ഇപ്പൊ അവർ പറയുന്ന യേശു മരിച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് എന്താണെന്ന് അവരിപ്പോൾ ചോദിക്കുന്നത്. ഒരു 10 വർഷം മുൻപേ ഈ നാട്ടിലെ യുക്തിവാദികൾ പറഞ്ഞത്, ഈ നാട്ടിലെ വലിയ പണ്ഡിതന്മാരെന്ന് അഭിമാനിച്ചവർ പറഞ്ഞത്, യേശു ഒന്നും ജീവിച്ചിരിപ്പില്ല, അത് നിങ്ങൾ പറയുന്ന ഐതിഹ്യമാണ്, കെട്ടുകഥയാണെന്ന്. പക്ഷെ വാദങ്ങൾ മാറി മറിഞ്ഞു. കാരണം എന്താ? സത്യത്തിന്റെ ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുവാൻ കഴിയാത്തതുപോലെ അവരുടെ മുൻപിൽ പ്രസന്റ് ചെയ്തപ്പോൾ അവർ അംഗീകരിക്കേണ്ടി വന്നു. എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. ജാതി മത ഭേദമെന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ ഇന്നേക്ക് 2000 വർഷം മുൻപ് കാൽവറി ക്രൂശിൽ മരിച്ചു. അതിലെ തെളിവുകൾ ഞാൻ നിരത്തുവാൻ പോകുന്നില്ല. 2-ാമത്തെ സത്യം, ഈ മരിച്ച വ്യക്തിയെ അടക്കിയത് ആ കല്ലറ തുറന്ന കല്ലറയായി
ഇന്നും സ്ഥിതി ചെയ്യുന്നു എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. മറ്റ് കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ഇന്നതൊരു തീർത്ഥസ്ഥലമാണ്. ഇന്നത്തെ തീർത്ഥസ്ഥലമാകണമെന്നില്ല എന്നൊരു വാദമൊക്കെ ചിലർ മുന്നോട്ട് കൊണ്ടുവന്നാലും ഈ ബൈബിൾ രേഖപ്പെടുത്തിയ ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്ന കാലഘട്ടത്തോടൊക്കെ അകം അവിടുള്ള മനുഷ്യരെല്ലാം അംഗീകരിക്കുന്ന നിലയിൽ അവിടെ ഒരു കല്ലറയുണ്ട്. നോക്കിയേ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ വാക്യങ്ങൾ അങ്ങനെ യുക്തിപരമായി പറയാനുള്ള ഒരു വാക്യമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ താഴോട്ടൊന്ന് നോക്കിയാൽ മതി. അവിടെ 6-ാം വാക്യത്തിൽ പറയുന്നത്, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും, അതൊന്ന് അടിവരയിടണം, അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരെ, അവരിൽ മിക്കപേരും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി ചോദിക്കാം. പൗലോസ് ഈ വാക്യങ്ങൾ എഴുതുന്നത് യുക്തിഭദ്രമായിട്ടാണ്, യുക്തിവിരോധമായിട്ടല്ല. ഒരു ഐതിഹ്യമാണ്, നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോന്നല്ല. ഇത് കണ്ട 500-ൽ പരം ആളുകളുണ്ട്, അതിൽ മിക്കവരും എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പരുവത്തിന് ആളുകൾ ഇന്നുമുണ്ട്. ഇത് ചരിത്രത്തിൽ നടന്നതാണെന്ന പൗലോസിന്റെ വാദം. യേശു മരിച്ചു എന്ന സത്യത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ മരണാനന്തരം അവിടെ ഒരു തുറന്ന കല്ലറ ഉണ്ടായിരുന്നു എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. മൂന്നാമത്തെ സത്യമാണ്, യേശു അനേകർക്ക് പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷതകളിലേക്ക് അതിൽ ചില പ്രധാനപ്പെട്ട ദൂതുകൾ ഞാൻ പറയാൻ പോകുകയാണ്. പക്ഷെ ഞാൻ ഈ വാക്കുകൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുരുക്കി ഈ സത്യം ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. യേശുവിനെ കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ 1 അല്ല 12 അല്ല 500-ൽ പരം സാക്ഷികൾ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കൃത്രിപ്പുവാദികൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർ മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് പറയുന്നത് ഹാലുസിനേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ഭ്രമം ഉണ്ടായി. അവർ 3.5 വർഷം കൂടെ നടന്ന ആളിനെ പെട്ടെന്ന് കാണാതായപ്പോൾ, മരിച്ചെന്നറിഞ്ഞപ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഇല്ലേ, നമ്മുടെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് ഗേറ്റിങ്കിൽ വന്ന് നിപ്പുണ്ടെന്നൊക്കെ ചിലരൊക്കെ കാണത്തില്ലേ? പിന്നെ അപ്പച്ചനെ നമ്മൾ പറഞ്ഞു വിടും. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അപ്പച്ചൻ പിന്നെ പാട്ടിന് പോകും. എന്നാലും അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ ചില മാസങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവിടെ കണ്ടു, വാഴച്ചൂട്ടി കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയില്ലേ? ഞാൻ അവിടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, മരിച്ച അപ്പച്ചനെ കണ്ടെന്ന് പറഞ്ഞതുപോലെ യേശുവിനെ അവിടെ ഇവിടങ്ങളായി കണ്ടു എന്നുള്ളൊരു ഭ്രമം അവർക്ക് തോന്നിയതാണ്. അതിനുള്ള മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഹാലൂസിനേഷൻ എന്ന് പറയുന്ന മനഃശാസ്ത്ര വിദ്യ അല്ലെങ്കിൽ സംഭവം, അങ്ങനത്തെ സ്ഥിതി സത്യമാണെങ്കിലും ഇന്ന് വരെ മനഃശാസ്ത്ര പഠനങ്ങളിൽ 1-ലധികം ആളുകൾക്ക് അല്ലെങ്കിൽ 1-2 പേരുകൾ അധികമായി ഒരുമിച്ച് ഒരേ കാര്യത്തെ മാസായിട്ട് ഹാലുസിനേറ്റ് ചെയ്തതായിട്ട് ഒരു പഠനവുമില്ല, ഒരു ചരിത്രവുമില്ല. ഒരു വ്യക്തിക്ക് ബുദ്ധിഭ്രമം ഉണ്ടാകാം, 500 പേർക്ക് ഒരുമിച്ച് ഒരിക്കലും ബുദ്ധിഭ്രമം ഉണ്ടാകത്തില്ല. അവർ കണ്ട കാര്യം ആയിരിക്കണം. 1-2 പേർക്ക് ഒരുമിച്ച് നിന്നപ്പോൾ എന്തൊക്കെ തോന്നിയെന്ന് വരാം. അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഒരേ കാര്യം കണ്ടെന്ന് പറയണമെങ്കിൽ അതിനൊരു മനഃശാസ്ത്ര എക്സ്പ്ലനേഷൻ പോരാ, അതിലൊരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അനേക സാക്ഷികൾ കണ്ടു. പൗലോസ് പറയുകയാണ്, 500-ൽ പരം സാക്ഷികളുണ്ട്, അവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്ക്, ഇങ്ങനൊരു ചരിത്ര സത്യമുണ്ടെന്ന് നീ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. യേശു മരിച്ചു എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശുവിനെ അടക്കിയ കല്ലറ തുറസായെന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശുവിനെ കണ്ടു എന്ന് പറയുന്ന 100 കണക്കിന് ആളുകളുണ്ട് എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. സംശയത്തോടിരുന്ന യാക്കോബ്, ഒന്ന് വായിച്ചേ.
അഞ്ചാം വാക്യം എന്താ പറയുന്നത്? പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ ഏഴാം വാക്യം അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജയായിരുന്ന എനിക്ക് പ്രത്യക്ഷനായി. ഓക്കെ, യേശു 12 പേർക്ക് പ്രത്യക്ഷമായതിൽ അത്ഭുതമില്ല. യേശു 500 പേർക്ക് പ്രത്യക്ഷമായെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: യേശുവിന്റെ കൂടെ ഗലീലയിൽ നിന്ന് അനുഗമിച്ച ആളുകളാണ് ഇവരൊക്കെ. ഇവർക്ക് യേശു പ്രത്യക്ഷമായതെന്ന് പറയുമ്പോഴും പെട്ടെന്ന് അത് വായിച്ചാലോ മനസ്സിലാക്കിയാലോ അതിൽ വലിയൊരു കൗതുകം തോന്നണമെന്നില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയുന്ന ഒരു പേര് ശ്രദ്ധിക്കണം: യേശു യാക്കോബിന് പ്രത്യക്ഷമായി. യേശു അകാല പ്രജയായ പൗലോസിന്, എനിക്കും പ്രത്യക്ഷമായി. അപ്പൊ ഒന്ന് നോക്കിയേ, ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന 5 സത്യങ്ങൾ: 1, യേശു മരിച്ചു. 2, യേശുവിന്റെ കല്ലറ തുറസായ കല്ലറ അവിടെ നാം കാണുന്നു. 3, യേശുവിനെ കണ്ടു എന്ന് 100 കണക്കിന് ആളുകൾ പറയുന്നെന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞവരെല്ലാം അവർ പറഞ്ഞ സത്യത്തിന് നെഞ്ചും നെറ്റിയും ഇടർത്തി മരണം വരെ അവർ ആ സത്യത്തെ തള്ളിക്കളയാതെ നിന്നു. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എനിക്ക് എടുത്തു പറയാനുള്ളത് 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറയുന്ന 2 സാക്ഷികളെ കുറിച്ചാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ചരിത്ര യാഥാർത്ഥ്യം ഒരുവനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന് എനിക്ക് ദേശത്തോടും ദൈവമക്കളോടും പറയാൻ നിയോഗമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അക്കമിട്ട് ഒരു ചരിത്ര പഠനമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയല്ല ഞാൻ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രൂപാന്തരം കൊണ്ടിരുന്ന ചരിത്രത്തിലെ ഒരു നിർണായക അനുഭവമാണ്, നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണെന്ന് നാം എല്ലാവരും തിരിച്ചറിയണം. യേശു കാൽവറി ക്രൂശിൽ മരിച്ചു, ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ട സാക്ഷികളുണ്ട്, ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശുവിനെ അടക്കിയ കല്ലറ തുറസായി തീർന്നു, ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. അതന്നെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്ന ആ പ്രസംഗം ഒന്ന് നിർത്തണമെങ്കിൽ വാളും വടിവാളുമായിട്ട് ആരും വരണ്ട, ഒരു ബോഡിയുമായിട്ട് രംഗപ്രവേശനം ചെയ്താൽ പത്രോസിന്റെ പ്രസംഗം അവിടെ നിന്നേനെ. അവിടെ ഒരു ബോഡിയും ആർക്കും കൊണ്ടുവരാൻ പറ്റിയില്ല. ആ ബോഡി വെളിപ്പെടുത്താൻ കഴിയാത്തത് പറയുന്ന സത്യം. ഇവരാരും പറയുന്ന ദൂത് ഒരു ഐതിഹ്യമല്ല, ഒരു തോന്നലല്ല, ഒരു സത്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവരെല്ലാം കണ്ടു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നവരാണിവർ. 12 പേർ യേശുവിൻ്റെ അരിമ ശിഷ്യന്മാരാ. പക്ഷേ 7-ാം വാക്യത്തിൽ അനന്തരം അവൻ യാക്കോബിന് പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. അനന്തരം അവൻ യാക്കോബിന് പ്രത്യക്ഷനായെന്ന വാക്ക് ഒന്ന് ചിന്തിക്കണം. പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ശക്തി, ആ മഹത്വം ആ വാക്കിലുണ്ട്. ആരാണ് ഈ യാക്കോബ്? സബദിപുത്രന്മാരിലെ യോഹന്നാനും യാക്കോബും എന്ന് പറഞ്ഞ ആ യാക്കോബാണോ? അല്ല. ഇവിടെ പറയുന്ന യാക്കോബ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ഒരു തെളിവ് മാത്രമല്ല ഞാനിപ്പോൾ പറയുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രൂപാന്തരണ ശക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആരാണ് യാക്കോബ്? മർക്കോസ് 6-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: യേശു ഒരു തച്ചനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സത്യം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. യേശു തച്ചന്റെ മകനാണെന്ന് മത്തായി പറയുമ്പോൾ മർക്കോസ് 6:3 നസ്രത്ത് പള്ളിക്കാർ പറഞ്ഞത് എന്താ? ഇവൻ തച്ചനല്ലേ? യേശു ഒരു സാധാരണക്കാരനായി ആ പലസ്തീന്റെ മണ്ണിൽ ജീവിച്ച സാധാരണ മനുഷ്യനാ. പക്ഷേ എടുത്തു പറയുന്ന ചില സത്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവൻ തച്ചനല്ലേ? ഇവൻ യാക്കോബും യോസേയും യൂദായും ശീമോനും എന്നിവരുടെ സഹോദരനല്ലേ? ഇവന്റെ സഹോദരിമാർ നമ്മുടെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞാൽ
യേശു ജനിച്ച് ജീവിച്ച പശ്ചാത്തലത്തെ വരച്ചു കാട്ടുകയാ. ഈ മരിച്ച യേശു, ഈ അടക്കപ്പെട്ട യേശു, ഈ ഉയർത്തെഴുന്നേറ്റ യേശു വെറും മനുഷ്യനല്ല, വെറും ഒരു ആൾ ദൈവമല്ല, വെറും ഒരു മതഗുരുവല്ല. അവിടുന്ന് ലോക സ്ഥാപനത്തിന് മുൻപ് ആരംഭമില്ലാത്ത ദൈവമാണ്. ആ ദൈവം, ആ ദൈവപുത്രൻ മനുഷ്യനായി ജഡമെടുത്ത് നമ്മുടെ നടുവിൽ പാർത്തെന്ന് മാത്രമല്ല, താൻ ഒരു സാധാരണ യഹൂദ കുടുംബ പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. കന്യകാജനനം എന്ന അത്ഭുതത്തിൽ കൂടി യേശു ഈ ഭൂമിയിൽ പിറന്നു. എന്നാൽ യേശു ജനിച്ചു കഴിഞ്ഞ് ഇന്ന് ചിലർ പറയുന്നത് പോലെ, ചില സഭകൾ പഠിപ്പിക്കുന്നത് പോലെ യേശു യേശുവിൻ്റെ അമ്മയായ മറിയം നിത്യകന്യകയായിരുന്നില്ല. അതിൻ്റെ തെളിവുകളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. യേശുവിൻ്റെ അമ്മ നിത്യകന്യകയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ആ യേശുവിൻ്റെ ജനനാനന്തരം യേശുവിൻ്റെ അമ്മയും തൻ്റെ വളർത്തപ്പനായ യോസേഫും ഒരു സാധാരണ കുടുംബജീവിതം നയിച്ച് അവർക്ക് മക്കളുണ്ടായി. ആ മക്കളുടെ പേരാണ് മർക്കോസ് 6:3 പറയുന്ന 4 സഹോദരങ്ങളും കുറഞ്ഞ പക്ഷം 2 സഹോദരിമാരുമുള്ള ഒരു വലിയ കുടുംബത്തിലാണ് യേശു വളർന്നത്. എന്താണ് ഞാനിത് പറയാൻ കാരണം? അവിടെ പറയുന്ന സഹോദരങ്ങളിൽ ഒന്നാമനാണ് നാം ഈ വാക്യത്തിൽ യേശു പ്രത്യക്ഷമായി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നേരിട്ട് തന്നെ വെളിപ്പെടുത്തിയ യാക്കോബ്. ഈ യാക്കോബ് ആരാണ്? യേശുവിൻ്റെ കൂടെ വളർന്നയാള്. യാക്കോബ് ആരാണ്? ഈ പാപമില്ലാത്ത യേശുവിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ സമ്പൂർണനായവനെ, കുറവില്ലാത്തവനെ നേരിട്ടൊരു വീട്ടിൽ ഒരുമിച്ച് പാർത്ത് കണ്ടറിഞ്ഞയാളെ. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അപൂർണതകളുള്ളവരാ. പക്ഷേ യേശുവിൽ പാപമൊട്ടുമില്ല. 30-ാം വയസ്സിൽ സ്നാനജലത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. അന്ന് വരെ യേശു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. യേശു ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല. യേശു ഒരു രോഗിയും സൗഖ്യമാക്കിയിട്ടില്ല. യേശു ഒരു മരിച്ചയാളെ ഉയർപ്പിച്ചിട്ടില്ല. അവിടുത്തെ സാധാരണ ജീവിതം. യോസേഫിനെ കുറിച്ച് 12-ാം വയസ്സ് കഴിഞ്ഞ് രേഖകളില്ല. 12-ാം വയസ്സ് കഴിഞ്ഞ് യോസേഫ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതാണ് ന്യായം. ആ വീടിന്റെ മുഴു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ വീടിന്റെ അന്നദാതാവായി സഹോദരങ്ങളെ പോറ്റിപ്പുലർത്തിയ ഒരു ജ്യേഷ്ഠ സഹോദരനായി ഈ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ അർത്ഥ സഹോദരങ്ങളെ ഈ വീട്ടിലെ ഒരു മൂത്ത വ്യക്തി എന്ന നിലയിൽ ഒരു തച്ചനായി ആശാരി പണി ചെയ്ത് അവരുടെ മുൻപിൽ ജീവിച്ചു കാണിച്ചു. എന്താണ് പരിണത ഫലം? യേശു പരശുശ്രൂഷയിലേക്ക് കാൽ വെച്ചപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം എന്താണ് പറയുന്നത്? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിക്കുവാൻ വന്നു. ആര് വന്നു? അവന്റെ ഭവനക്കാർ. 3:20 പറയുന്നത് ഹിസ് ഫാമിലി, ഹിസ് റിലേഷൻസ്, അവന്റെ വീട്ടിലുള്ളവർ അവന് ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ വന്നു. യോഹന്നാൻ 7-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിച്ചാലും, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയുന്നത് എന്താ? അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യാക്കോബ് ആരാണ്? യേശുവിന്റെ വീട്ടിൽ വളർന്ന സഹോദരനാണ്. യാക്കോബ് ആരാണ്? തന്നിൽ വിശ്വസിക്കാത്ത സഹോദരനാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ അതിന്റെ തൊട്ടടുത്തുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ എടുക്കണ്ട, താൻ ചെയ്യുന്ന അത്ഭുതങ്ങളെ പരിഹസിച്ച് പ്രശസ്തിയാർജിക്കുന്നവൻ ഒതുക്കത്തിലോ പതുക്കത്തിലോ ഒന്നും ചെയ്യുകയില്ല. നീ യെരൂശലേമിൽ പോയി എന്തെങ്കിലും അത്ഭുതം ചെയ്യ് എന്ന് പറഞ്ഞ് യേശുവിനെ കളിയാക്കി വിട്ടതാണ് ആര്? യേശുവിന്റെ സഹോദരന്മാർ. 3:21 മർക്കോസിൽ നാം കാണുന്നത് എന്താ? അവന്റെ വീട്ടിലുള്ളവർ, അവന്റെ കൂടെ വളർന്നവർ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ങലക്കിടാനായിട്ട് വന്നു. ആരാണ് യാക്കോബ്? യേശുവിന്റെ ഐഹിക ശുശ്രൂഷയിൽ യേശുവിനെ തിരിച്ചറിയാത്തൊരു വ്യക്തി. യേശുവിന്റെ വിളിയെയും യേശു ആരാണെന്നും യേശുവിന്റെ ദൗത്യം എന്താണെന്നും യേശു എന്തിനിതൊക്കെ ചെയ്യുന്നുവെന്നും മനസ്സിലാകാത്ത യാക്കോബ്. ക്രൂശിന്റെ ചോട്ടിലേക്ക് വരെ വന്നാൽ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. ആ വീട്ടിൽ യേശു കഴിഞ്ഞാൽ പിന്നെ
മൂത്ത മകൻ യാക്കോബാണ്. യേശു തൻ്റെ അമ്മയെ യാക്കോബിനല്ല ഏൽപ്പിക്കുന്നത്. യേശു തൻ്റെ അമ്മയെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? താൻ സ്നേഹിച്ച ശിഷ്യനെ. ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് യേശുവിനെ കൈമാറി കൊടുത്തത് തൻ്റെ മാർവോട് ചാരിയ യോഹന്നാനാണ്, യാക്കോബിനല്ല. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റിട്ട് യാക്കോബിന് പ്രത്യക്ഷമായെന്ന് പറയുമ്പോൾ അത് വെറും വായിച്ചു വിടാനുള്ള ഒരു കാര്യമല്ല. അതിലൊരാഴമായൊരു ദൂതുണ്ട്. യാക്കോബ് എന്ന യേശുവിനെ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കാത്ത, യേശുവിന്റെ പൂർണ്ണമായ പുണ്യമായ ധന്യമായ ജീവിതം ഓരോ ദിവസവും ഏറ്റവും അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടും ഒന്നും പിടികിട്ടിയില്ല. അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടു പോകാൻ വന്നവൻ, യേശുവിൽ ഒട്ടും വിശ്വസിക്കാത്ത ഈ യാക്കോബിനും യേശു പ്രത്യക്ഷനായി. ദൈവമക്കളെ, ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റതിലെ നമ്മുടെ പ്രത്യാശ വിഷയം എന്താ? നമ്മുടെ സന്തോഷ കാരണം എന്താ? യേശുവിനെ സംശയിച്ച, യേശുവിനെ മനസ്സിലാക്കാത്ത, യേശുവിൻ്റെ വീട്ടിലുള്ള യാക്കോബിനെ തേടി ഉയർത്തെഴുന്നേറ്റ യേശു ചെന്നത് യേശുവിൻ്റെ ആർദ്ര കരുണയെ ഇന്ന് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം, യേശു അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പീലാത്തോസിന്റെ മുൻപിൽ ഓടി വന്ന് നിൽക്കുകയല്ല. പീലാത്തോസിന്റെ മുൻപിൽ നിന്നില്ലെങ്കിലും ചിലർ പരിഹാസമായി അല്ലെങ്കിൽ ചിലർ ഹാസ്യമായി പറയുന്നത് പോലെ ആ കൽത്തലത്തിന്റെ മിറ്റത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാനിപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയത്തക്ക നിലയിൽ യേശു പീലാത്തോസിനെയോ കയ്യഫാവിനെയോ മത നേതൃത്വത്തെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ വെല്ലുവിളിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പോയില്ല. യേശു എന്താ ചെയ്തത്? അവിടുന്ന് തൻ്റെ സ്വന്തം വീട്ടിലുള്ള തന്നെ തള്ളിപ്പറഞ്ഞ, തന്നെ മനസ്സിലാക്കാത്ത ആ സഹോദരനെ തേടിപ്പോയതാണ് ആ ദൈവസ്നേഹം. യാക്കോബിന്റെ പിൻകാല ചരിത്രങ്ങൾ ഞാൻ അധികം എടുത്തു പറയാൻ സമയം എടുക്കുന്നില്ല. ഈ യാക്കോബാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ കൃതി എഴുതിയ യാക്കോബിന്റെ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ്. ഈ യാക്കോബാണ് യെരൂശലേം സഭയുടെ മൂപ്പനായി മാറിയത്. ഈ യാക്കോബാണ് സഭയുടെ തൂണായി ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വിശേഷിപ്പിക്കുന്നത്. ഈ യാക്കോബാണ് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ സഭയിൽ വലിയ തർക്കം വന്നു, പരിച്ഛേദനയെ ചൊല്ലിയുള്ള വലിയ വിവാദം വന്നപ്പോൾ ആ കൂട്ടായ്മയ്ക്ക്, ആ തീരുമാന യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിച്ചത് ഈ യാക്കോബാണ്. യേശുവിനെ സംശയിച്ച, യേശുവിനെ ചങ്ങലക്കിടാൻ വന്ന, യേശുവിന്റെ ശുശ്രൂഷയെ പരിഹസിച്ച, യേശുവിന്റെ അത്ഭുതങ്ങളെയോ യേശു ആരാണെന്നോ വിശ്വസിക്കാത്ത യാക്കോബിനെ ആൾ മാറിയവനാക്കിയത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു പ്രത്യക്ഷതയാണ്. യാക്കോബിന്റെ ചരിത്രത്തെ മാറ്റി എഴുതിയത്. ഇന്ന് ഈ സഭായോഗത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തി അടിമുടി മാറ്റാൻ കഴിയുന്നത് ഈ യേശുവിന്റെ, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു മുഖദർശനമാണ്. ഇന്നും നമ്മളിൽ രൂപാന്തരമില്ലെങ്കിൽ, ഇന്നും നമ്മുടെ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ, ഇന്നും പുറമെ ഒരു പെന്തക്കോസ്തിന്റെ പുറം ചട്ടയിട്ട് അകത്ത് പഴയ സ്വഭാവങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുവാണെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ഒരു ഉപദേശിക്കോ, ഒരു പാസ്റ്ററിനോ, ഒരു പ്രത്യേക സംഘടനയ്ക്കോ, ഒരു സംവിധാനത്തിനോ, ചില ബാഹ്യമായ നിയമക്രമങ്ങൾക്കോ നമ്മളെ മാറ്റാൻ കഴിയത്തില്ല. ഉള്ളിനെ മാറ്റി ഉള്ളതുപോലെ നമ്മളെ മനസ്സിലാക്കുന്ന തമ്പുരാന്റെ കരസ്പർശനത്താൽ നമ്മളെ പുതുസൃഷ്ടിയാക്കി തീർക്കാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു മുഖദർശനമാണ്. അടുത്ത തലമുറ സംശയങ്ങളുടെ ആ ചോദ്യശരണങ്ങളിൽ ഉലഞ്ഞു പോകുമ്പോൾ, അടുത്ത തലമുറ മാതാപിതാക്കൾ അനുഭവിച്ച വിശ്വാസത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ പതറി നിൽക്കുമ്പോൾ, അടുത്ത തലമുറയെ മാറ്റാൻ കഴിയുന്നത് ഉന്നത വിദ്യാഭ്യാസമല്ല, അവർക്കുള്ള മഞ്ഞുപെയ്യുന്ന രാജ്യത്തിലുള്ള ഭാവി വാഗ്ദാനങ്ങളല്ല. അടുത്ത തലമുറയ്ക്ക് അടിയന്തരമായി വേണ്ടിയത് യാക്കോബിന് നേരിട്ട് വെളിപ്പെട്ട യേശുനാഥന്റെ, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു മുഖദർശനമാണ്.
ഇന്ന് ഈ സഭായോഗത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരു സഭായോഗത്തിന്റെ ഒരു പ്രസ്താവനയായിട്ട് മാത്രമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവനാണെന്ന് പറയാൻ കഴിയുന്നവരാണ് ഭാഗ്യം ലഭിച്ചവർ. അനന്തരം അവൻ യാക്കോബിനും പ്രത്യക്ഷമായി. യാക്കോബിനോട് ചോദിച്ചാൽ ഇങ്ങനെ നിരത്തി ഓരോ വാദപ്രതിവാദങ്ങളിൽ നിന്ന് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പറഞ്ഞാൽ മതി: ഒരിക്കൽ യേശുവിനെ ഞാൻ അറിഞ്ഞത് ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. ഒരു ചോദ്യം ചെയ്യുന്ന സംശയാളുവായിട്ടാണ് യേശുവിനെ ഞാൻ വീക്ഷിച്ചത്. വീട്ടിലൂടെ അംഗമായത് കൊണ്ട് ആ യേശുവിനെ യഥാർത്ഥമായി വിലമതിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം എനിക്കും പ്രത്യക്ഷനായി എൻ്റെ ജീവിതത്തെ ഈ യേശു രൂപാന്തരപ്പെടുത്തി. ഇന്ന് ഈ 2025 ഈ ജനുവരി മാസത്തെ ഈ സഭായോഗത്തിന് വന്നിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ദൂതായി പറയാനുള്ളത് ഇതാണ്: നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ വിശ്വാസം ബോധ്യമായില്ലെന്ന് വരും. നമ്മൾ ആദ്യഫലമായി ഈ കർത്താവിന് വേണ്ടി പള്ളി വിട്ട് പാരമ്പര്യം വിട്ട് ഇറങ്ങി തിരിച്ച് ഇത് മനസ്സിലാകാതെ ഈ പെന്തക്കോസ്തിൽ വന്ന് നീ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ പ്രത്യക്ഷമായി ഒന്നും നമുക്ക് കാണിക്കാനില്ലെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒന്ന് വെളിപ്പെട്ടാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകും. എല്ലാ നിന്ദകളും അവിടെ ഉരുണ്ടുമാറും. എല്ലാ ചോദ്യ ശരണങ്ങൾക്കും പരിഹാരം വരുത്തുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വെളിപ്പാടാണ്. യേശു വേറെ ആരെയും തേടിപ്പോകുകയല്ല. തൻ്റെ സ്വന്തം വീട്ടിലുള്ള തൻ്റെ സഹോദരനെ വന്ന് കണ്ട് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിവായി വെളിപ്പെടുത്തി കൊടുക്കുന്ന യേശുവിൻ്റെ ആ വെളിപ്പാട് നമ്മുടെ ഭവനങ്ങളിൽ ഈ ഞായറാഴ്ച പ്രഭാതം ഇറങ്ങട്ടെ. ഇന്ന് ഈ സഭായോഗത്തിലേക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ ചിലർ നിങ്ങളെ നിന്ദിച്ചു കാണും. നിങ്ങളോട് പറഞ്ഞു കാണും, എന്തിനാണ് പുസ്തകവും ചുമ്മിക്കൊണ്ട് തുള്ളാൻ പോകുന്നത്? എന്തിനാണ് ഈ പെന്തക്കോസ്തി വെള്ളയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? എന്തെങ്കിലും നേടിയോ? എന്തെങ്കിലും കിട്ടിയോ? നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. പ്രത്യേകിച്ച് നേട്ടമൊന്നും പറയാനില്ലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടി. അതാണ് എന്റെ നരിയാണികളെ ബലപ്പെടുത്തി ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതാണ് മടി കൂടാതെ ഈ വിശുദ്ധ സഭായോഗത്തിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. ഞാൻ അവനെ കണ്ടു. അവൻ എനിക്ക് പ്രത്യക്ഷനായി. എന്റെ അകക്കണ്ണുകളെ തുറന്ന് അവന്റെ മുഖദർശനം ഞാൻ പ്രാപിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ രൂപാന്തരപ്പെടുന്ന വർഷമായി 2025 മാറട്ടെ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച യേശുവിന്റെ ഒരു മുഖദർശനം, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു മുഖദർശനം നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വർഷമായി 2025 മാറും. നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നില്ലേ, എനിക്ക് കുടുംബമായി കർത്താവിനെ ആരാധിക്കണം, എന്റെ കുടുംബത്തിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഈ നാഥനെ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ച ഞാൻ മാത്രമല്ല, കുടുംബസമേതം സത്യത്തിലും ആത്മാവിലും എനിക്ക് ആരാധിക്കണം. പേടിക്കേണ്ട. ഉയർത്തെഴുന്നേറ്റ യേശു സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷനായതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ചിലർക്ക് യേശു പ്രത്യക്ഷനാകുവാൻ മതിയായവനാണ്. ആ വിശ്വാസമുള്ള ദൈവമക്കൾ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കരറ്റിക്കാട്ടെ. എന്റെ വീട്ടിലും ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വെളിപ്പാടൊന്ന് ഇറങ്ങി വരട്ടെ. എന്റെ തലമുറകൾ പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പലപ്പോഴും കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച യേശു, യാക്കോബ് എന്ന ഈ ചോദ്യചിഹ്നമായി നിന്ന, യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ യേശുവിൽ വിശ്വസിക്കാത്ത ഈ യാക്കോബിനെ സഭയുടെ തൂണാക്കി മാറ്റിയ നാഥനെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത എന്റെ തലമുറയെ അവിടുത്തെ സഭയിലെ ഒരു തൂണാക്കി മാറ്റുവാൻ കഴിവുള്ള അവിടുത്തെ പുനരുത്ഥാന പ്രത്യക്ഷത എന്റെ തലമുറയ്ക്ക് നൽകണമെന്ന് ആര് പ്രാർത്ഥിക്കും? ഹൃദയം നുറുങ്ങി ഇന്ന് പ്രഭാതത്തിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവ മുൻപിൽ ആര് പ്രാർത്ഥിക്കും? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മുഖദർശനം അവിടുത്തെ വചനത്താലും ആത്മാവിനാലും ചില ഉള്ളങ്ങളിലേക്ക് ഇന്ന് പതിയുകയാണ്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു. യാക്കോബിന് പ്രത്യക്ഷനായവൻ മാത്രമല്ല, എനിക്കും പ്രത്യക്ഷനായ നാഥൻ
ഇന്നിവിടെ ഇരിക്കുന്ന ചിലർക്ക് ആത്മാവിൽ പ്രത്യക്ഷനാകുവാൻ മതിയായവനാണെന്ന് ഞാൻ ആത്മാവിൽ വിശ്വാസത്താൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അവൻ യാക്കോബിനും പ്രത്യക്ഷനായി. വേഗം ഞാൻ മുൻപോട്ട് പോവുകയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ മഹത്വം നാം ഒന്ന് കാണണം. അപ്പോസ്തലന്മാർക്കും അവിടുന്ന് പ്രത്യക്ഷനായെന്ന് പറഞ്ഞ് പൗലോസ് തന്റെ ദൂത് അവസാനിപ്പിക്കുകയല്ല. 8-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് പറയാണ്, എന്റെ അനുഭവം എന്ന് പറഞ്ഞോട്ടെ. 500 പേരിൽ പരം അവനെ കണ്ടെന്ന് മാത്രമല്ല, യാക്കോബ് കണ്ടു, കേഫ കണ്ടു എന്ന് പറയാൻ, ചരിത്രം പറയാൻ നിൽക്കുകയല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് അകാല പ്രജയായ ഒരു പ്രീമച്യൂർ ബേബി പോലെ, കാലം തികയാത്ത ഒരു കുഞ്ഞു ശിശു ജനിക്കുന്നത് പോലെ അകാല പ്രജയായ, സമയത്തിനപ്പുറം, സമയത്തിന്റെ നിബന്ധനകൾക്ക് പുറത്ത് യേശു എനിക്ക് പ്രത്യക്ഷനായി. ഈ 500 പേരിൽ പരം ആൾക്കാർ അവനെ കണ്ടത് ഉയർത്തെഴുന്നേറ്റിന് ശേഷമുള്ള 40 ദിനമാ. യാക്കോബ് അവനെ കണ്ടത് ഈ 40 ദിനങ്ങളില്ല. 12 അപ്പോസ്തലന്മാർ അവനെ കണ്ടത് ഈ 40 ദിനങ്ങളില്ല. ഈ 12 അപ്പോസ്തലന്മാരും ഈ 500 പേരും ഒക്കെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ ഗലീല മുതൽ തന്നെ അനുഗമിച്ചവരാ, തന്റെ പ്രവർത്തികൾ കണ്ടവരാ, തനിക്ക് തന്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഈ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ചത്. അതിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒറ്റയാളേ ഉള്ളു, യാക്കോബ്. ആ യാക്കോബിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിൽ എണ്ണപ്പെടാത്ത ഒരുവനേ ഉള്ളു. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കാത്ത, അംഗീകരിക്കാത്ത, ചോദ്യചിഹ്നമായി നിന്ന യാക്കോബിനും പ്രത്യക്ഷനായെന്ന് പറഞ്ഞിട്ട് 40 ദിവസത്തെ ആ ടൈം ലൈനിനുള്ളിലല്ല, ആ കാലപരിധിക്കുള്ളിലല്ല, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത ശേഷം അവിടുത്തെ ആത്മാവിനെ അയച്ച് സഭയെ സ്ഥാപിച്ചതിനും ശേഷം, ആ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്റെ കാൽച്ചുവട്ടിൽ പിടഞ്ഞു മരിച്ചപ്പോഴും അതിനുശേഷവും ദീർഘക്ഷമ കാണിച്ച ദൈവം എന്നോടും, അകാല പ്രജയായ എന്നോടും മനസ്സലിവ് കാണിച്ചു. എനിക്കും അവൻ പ്രത്യക്ഷനായെന്ന് പൗലോസ് സാക്ഷ്യം പറയുകയാണ്. ആരാണ് പൗലോസ്? അധികം വാക്കുകൾ അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം. കൊലയും ക്രൂരതയും നിശ്വസിച്ച പൗലോസ്, ദൈവമക്കളെ കൊന്നു മുടിക്കുവാൻ, സഭയെ മുടിക്കുവാൻ, 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ, സഭയെ മുടിക്കുവാൻ ഇറങ്ങിയ പൗലോസ്. 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. പൗലോസ് ആരായിരുന്നു? പൗലോസ് നിഷ്ഠൂരനായിരുന്നു. പൗലോസ് ആരായിരുന്നു? ഒരു സാഡിസ്റ്റ് ആയിരുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അതിൽ പ്രത്യേക ആനന്ദം കണ്ടെത്തിയ വ്യക്തിയാണ് പൗലോസ്. അങ്ങനെ മറ്റുള്ളവരെ ദൈവമക്കൾ പിടയുമ്പോൾ, വേദനിച്ച് ഞെളിവിരി കൊള്ളുമ്പോൾ ദൈവമക്കളുടെ വേദനയും രോധനയും കണ്ട് രസിച്ച ഒരു നിഷ്ഠൂരനാണ് പൗലോസ്. ഒരു ഉപദ്രവിയാണ് പൗലോസ്. സഭയെ മുടിക്കാൻ ഇറങ്ങിയവനാണ് പൗലോസ്. ഈ മാർഗത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി കച്ചകെട്ടി പൗരോഹിത്യ നിയമങ്ങളും അതിന്റെ അനുമതികളും കയ്യിൽ വഹിച്ചുകൊണ്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആ പാപികളിൽ ഒന്നാമനായിരുന്നു പൗലോസ്. സംശയിച്ച യാക്കോബിനെ പോലെ മാത്രമല്ല, യേശുവിനെ മനസ്സിലാക്കാഞ്ഞു പോയ സഹോദരന്മാരെ പോലെയല്ല പൗലോസ്. ഈ മാർഗത്തിന്റെ വൈരിയായിരുന്നു, എതിരാളിയായിരുന്നു, പീഡകനായിരുന്നു, ഉപദ്രവിയായിരുന്നു പൗലോസ്. ആ പൗലോസ് പറയുന്നതൊന്നും ശ്രദ്ധിച്ചേ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഈ ദൂത് കേൾക്കുമ്പോൾ ഭവനത്തിലുള്ളവരെ യേശു തൊടുക മാത്രമല്ല, നമ്മുടെ തലമുറകളെ യേശു തൊടുക മാത്രമല്ല, ഇന്ന് ഈ സുവിശേഷത്തിനെതിരെ വെല്ലുവിളി മുഴക്കി ഉയർന്നു നിൽക്കുന്ന ഏത് ശക്തിയെയും യേശുവിന് തൊടുവാൻ ഒരു നിമിഷം മതി. ആദിമസഭയിലുള്ളവർ ഭയപ്പെട്ട പേടി സ്വപ്നമാണ്. അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അനന്യാസ് ഏറ്റെടുക്കാൻ കഴിയാത്തവനായി താൻ നിശ്ചലനായി പോയി. വേറെ ആരോടും വേണം ഞാൻ സുവിശേഷം പറയാം, വേറെ ആർക്കും വേണം പ്രാർത്ഥിക്കാം. ഇത് കൊന്നു മുടിക്കുവാൻ ഈ നാട്ടിൽ ഞങ്ങളെ ഉന്നമിട്ട് വന്നിരിക്കുന്ന ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നാണ് പ്രാർത്ഥനാ മനുഷ്യൻ പോലും പറഞ്ഞു പോയത്.
ദൈവത്തിന്റെ പദ്ധതികൾ കണ്ടേ സഭയെ കൊന്നുമുടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചം വീശി, നാം മുൻപ് വായിച്ചു കേട്ടത് അപ്പോസ്തലപ്രവൃത്തി 9 നാളിൽ എന്താണ് നാം വായിച്ചു കേട്ടത്? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിന്? ഇവിടെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്നവരോട് ദൈവം ഡീൽ ചെയ്യുന്നത് 2 നിലകളിലാണ്. ദൈവസഭയ്ക്കെതിരെ നിന്ന ഒരു ശൗലിനെ അപ്പോസ്തലപ്രവൃത്തി 8 അധ്യായത്തിൽ 9 അധ്യായത്തിൽ കാണുന്നു. ദൈവം എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അകാല പ്രജയായി മനസ്സലിവ് കാണിച്ച് ആ പൗലോസിന് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. അങ്ങനെ ചിലരോട് യേശു കർത്താവ് ഈ നാട്ടിലും ഡീൽ ചെയ്യുവാൻ മതിയായവനാണ്. സുവിശേഷത്തോട് പുറം തിരിച്ചു നിൽക്കുന്ന ഈ കൺവെൻഷനുകൾ നടക്കരുതെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇതിനെതിരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ ചിലർ ഈ ദേശത്ത് കണ്ടേക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര എതിർത്താലും നിങ്ങളെ കൂടെ മുട്ടുകുത്തിക്കുന്ന ഒരു ഉയർത്തെഴുന്നേറ്റ യേശു ഞങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രത്യക്ഷത മതി, അവിടുത്തെ സൂര്യനെ വെള്ളുന്ന വെളിച്ചം മതി. നിന്റെ ഉയർന്ന കുതിരയിൽ നിന്ന് നിന്നെ തട്ടിത്താടിയിട്ട് നിന്റെ പുറം കണ്ണിനെ ബന്ധമാക്കി നിന്റെ അകം കണ്ണിനെ തുറന്ന് നിന്നെ സ്വർഗീയ ദർശനം കാണിച്ച് ഈ സുവിശേഷത്തിന്റെ ഒരു പ്രൊമോട്ടറായി, വക്താവാക്കി, പെർസിക്യൂട്ടറിനെ പ്രൊമോട്ടറാക്കി മാറ്റിയ ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല. ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യക്ഷത ഏറ്റെടുത്ത് പൗലോസ് മാറുന്നു. പക്ഷെ അതേസമയം 11 അധ്യായത്തിൽ വേറൊരു മനുഷ്യനുണ്ട്. യാക്കോബിനെ വാൾ കൊണ്ട് കൊള്ളുവാൻ നിയമം പുറപ്പെടുവിച്ച ഒരു മനുഷ്യൻ, പത്രോസിനെ തടവിൽ പിടിച്ചിട്ട ഒരു മനുഷ്യൻ. ആരാണ്? ഹേരോദ് എന്ന രാജാവ്. ആ 11 അധ്യായം അവസാനിക്കുമ്പോൾ എന്താ നാം കാണുന്നത്? സീദോനിയുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ താൻ സിംഹാസനത്തിൽ ഇരുന്ന് വലിയ അഹന്തയോട് കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഹേരോദ് പുഴുവിന് ഇരയായി തീരുകയാണ്. ഒരു വശത്ത് ശൗൽ സഭയെ മുടിച്ചവൻ അത്ഭുതത്തിന്റെ ഉപകരണമായി മാറിയെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സഭയെ മുടിക്കാൻ അടുത്തതായി കച്ചകെട്ടി ഇറങ്ങിയവൻ പുഴുവിന്, കൃമിക്ക് ഇരയായി തീർന്നു. ഇവിടെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ളവർ മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ഉലാവുന്ന സഭയ്ക്ക് നടുവിൽ ആരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ മഹത്വം കണ്ടില്ലെന്ന് നടിച്ച് സഭയിൽ കളിക്കരുത്. 1 കൊരിന്ത്യർ 3 അധ്യായം 16 എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 3 അധ്യായം 16 പൗലോസിന് ഒരു ദൂത് അറിയാം. സഭയോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്താ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് വ്യക്തികളെ കുറിച്ചല്ല. 6 അധ്യായത്തിൽ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ പറയുന്നത് സഭ മൊത്തമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? അടുത്ത വാക്യം എന്താ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാനും ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളും സഭ, അതാണ് ദൈവമക്കൾ, കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പൗലോസ് പ്രാപിച്ച ആദ്യത്തെ വെളിപ്പാട് എന്താണെന്ന് അറിയാമോ? പൗലോസിന് കിട്ടിയ ആദ്യത്തെ വെളിപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടാണ്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനും ചോദിച്ചപ്പോൾ ശൗല് ചോദിക്കുന്നത് എന്താ? നീ ആരാകുന്നു കർത്താവേ? നിന്നെ ഞാൻ എപ്പോഴാ ഉപദ്രവിച്ചത്? നിന്നെ നേരിട്ട് കണ്ട് ഞാൻ ഒരു വേണ്ടാത്ത വാക്ക് പോലും പറഞ്ഞിട്ടില്ല, നിന്നോട് ക്രൂരമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പൗലോസ് പഠിച്ചൊരു കാര്യമുണ്ട്. യേശുവിന്റെ സഭയെ ഉപദ്രവിക്കുന്നത് യേശുവിനെ ഉപദ്രവിക്കുന്ന തുല്യമാണ്. സഭ അവിടുത്തെ ഉടലാണ്, ക്രിസ്തു അവിടുത്തെ ശിരസ്സാണെന്നുള്ള ആ പ്രഥമ വെളിപ്പാടിലാണ് സഭയുടെ വക്താവായി യേശുവിന് വേണ്ടി ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞ് ഇനി ഞാൻ ജീവനോടിരുന്നാൽ സഭയ്ക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയരോട് പറയാൻ കാരണം താൻ ഒരു കാര്യം ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ പഠിച്ചു. യേശുവും സഭയും പിരിയാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിലാണ്. സഭയോട് എന്താണ് ചെയ്യുന്നത്? അത് യേശുവിനോടാണ് ചെയ്യുന്നത്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്.
ദൈവത്തിന്റെ സഭയുമായിട്ട് ഏറ്റുമുട്ടുന്നവൻ ദൈവത്തോടാണ് ഏറ്റുമുട്ടുന്നത്. സഭയെ ഉപദ്രവിക്കാനെന്നവൻ ദൈവത്തെയാണ് ഉപദ്രവിക്കുന്നത്. സഭയെ നശിപ്പിക്കുന്നവൻ ദൈവത്തെയാണ് നശിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് സഭയെ നശിപ്പിക്കുന്നത്? സഭയെ കൊന്നുമുടിക്കുവാൻ ഇറങ്ങിയ പൗലോസ് നശിപ്പിച്ച വിധങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഭാ ഹാളിന്റെ ജനാലയെല്ലാം കല്ലെറിഞ്ഞ് തള്ളിപ്പൊട്ടിക്കുമ്പോൾ സഭയെ ഉപദ്രവിച്ചു. ഞാൻ പറയട്ടെ, ഒരു 2000 രൂപ മുടക്കിയാൽ ആ ജനാല മാറ്റി വെക്കാം. സഭയെ എങ്ങനെ മുടിക്കുന്നത്? സഭയെ എങ്ങനെ നശിപ്പിക്കുന്നത്? കൃപ പ്രാപിച്ചു എന്ന് പറഞ്ഞ് അകത്തിരിക്കുന്നവൻ ദൈവസഭ എന്താണെന്ന് മനസ്സിലാകാതെ സഭയ്ക്കുള്ളിൽ ലോകത്തിലെ തരംതാണ രാഷ്ട്രീയവും ലോകത്തിന്റെ തരംതാണ വ്യവസ്ഥിതികളും ഇവിടെ നടപ്പിലാക്കാൻ നോക്കി സഭയെ ഭിന്നിപ്പിച്ച് ആളുകളെ ചേരിതിരിച്ച് സഭയ്ക്കുള്ളിൽ ആ നിലകളിലുള്ള വേർകൃത്യങ്ങളും വിഭജനങ്ങളും കൊയ്യുന്നവനാണ്, വിതയ്ക്കുന്നവനാണ്. സഭയെ മുടിക്കുന്നവൻ അവനെ ദൈവം കൈകാര്യം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹേരോദിനെ കൈകാര്യം ചെയ്തതുപോലെ ആരെയും കർത്താവെ ചെയ്യരുത് എന്നാണ്. ഹേരോദിനെ കൈകാര്യം ചെയ്തതുപോലെ നമ്മളെ കൈകാര്യം ചെയ്താൽ ഇന്ന് സഭയിലിരിക്കുന്ന പല അച്ചാന്മാരും കാണത്തില്ല. ഹേരോദിനെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യാതെ പൗലോസിനെ കൈകാര്യം ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് നേരിട്ട് കണ്ടാൽ നിന്റെ കയ്യിലിരിപ്പ് നന്നാകും, നിന്റെ സഭാരാഷ്ട്രീയം അവിടെ അവസാനിക്കും, നിന്റെ കസേരകളി അവിടെ തീരും, നീ ഗുണപ്പെടും. ഇന്നും ഗുണപ്പെടാതെ ദൈവസഭയ്ക്ക് പാരമണിയുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മ നിയോഗത്തിൽ എനിക്ക് പറയാനുള്ളത്, കളിക്കണമെങ്കിൽ സെക്യുലർ ഇടത്ത് പോയി കളിക്ക്, കളിക്കണമെങ്കിൽ ജോലി സ്ഥലത്ത് പോയി കളിക്ക്, കളിക്കണമെങ്കിൽ നാട്ടിലുള്ള കലിങ്കിലിരുന്ന് കളിച്ചാലും കുഴപ്പമില്ല. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഇവിടെ കളിച്ചാൽ തീക്കളിയാണ്. ഇത് ദൈവം പൊറുക്കത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു പൗലോസിന് പ്രത്യക്ഷമായത് അവന്റെ കളി അവസാനിപ്പിച്ച് ഈ സഭയുടെ വക്താവാക്കി മാറ്റാനാ. യാക്കോബ് എന്ന വീട്ടിലുള്ളവനെ മാറ്റുക മാത്രമല്ല, ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച അകാല പ്രജയായ പൗലോസിനെ രൂപാന്തരപ്പെടുത്തി. എന്റെ സന്ദേശത്തിന്റെ അവസാന ദിക്കിലേക്ക് ഞാൻ വന്നു നിൽക്കുക. 9-ാം വാക്യത്തിൽ, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. 10-ാം വാക്യം, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ഇതാ രൂപാന്തരത്തിന്റെ ഒരു ചിത്രം. ഒരുവനിൽ ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനം അനുഭവിച്ച പുനരുദ്ധാരിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വെളിപ്പാട് ഒരുവനിൽ കൊണ്ടുവരുന്ന മാറ്റം കണ്ടില്ലേ? എന്തൊരു മാറ്റമാണ്, എന്തൊരു മാറ്റം! ഈ മാറ്റത്തെ വിവരിക്കുവാൻ ഞാൻ അധികം ബന്ധപ്പെടുന്നില്ല. പക്ഷെ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. എഫേസ്യ ലേഖനത്തിൽ താൻ പറയുന്നത് ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ആദ്യം തുടങ്ങിയത് അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്നാ പറഞ്ഞുകൊണ്ട്, അല്പം കൂടെ തനിക്ക് വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ പറയുന്നത് ഞാൻ വിശുദ്ധന്മാരിൽ, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ താൻ പറയുന്നത് ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. ജീവിത അവസാനത്തേക്ക് അടുത്ത് വന്നപ്പോൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ താൻ പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ ആയിരുന്നു എന്നല്ല, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമ്മളൊക്കെ നേരെ തിരിച്ച, പാപികളിൽ ഒന്നാമനായവൻ വിശുദ്ധന്മാരിൽ ചെറിയവനായി, പിന്നെ അപ്പോസ്തലന്മാരിൽ ചെറിയവനായി. എങ്ങനെ കോൺസ്റ്റബിൾ മൂത്ത് സർക്കിളായെന്ന് പറയുന്നത് പോലാണ് പലരുടെയും വിശ്വാസയാത്ര. പക്ഷെ പൗലോസിനെ കണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ നിഗളം, അവന്റെ സ്വയം എന്ന ഭാവം, ഞാൻ എന്തോ ആണെന്നുള്ള തോന്നലുകൾ മാറി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മുഖദർശനം, ആ വെളിപ്പാട് തന്നെ അകാല പ്രജയായി പ്രത്യക്ഷനായ യേശു തന്നെ അടിമുടി മാറ്റി തന്റെ ഉന്നത ഭാവങ്ങളെ തകർത്ത് ഇനി തനിക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ വലിയ ആളാണെന്നും ഞാൻ ഇത്ര സഭ സ്ഥാപിച്ചൊന്നുമില്ല. 1-ാം അധ്യായത്തിൽ, കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ ചൊല്ലി തല്ലുന്നു. എന്നെ പൗലോസാ സ്ഥാനപ്പെടുത്തിയത്, എന്നെ മറ്റേ ആളാ സ്ഥാനപ്പെടുത്തിയത്. പൗലോസ് പറയുന്നത്, എനിക്ക് ആരെയാണ് സ്നാനപ്പെടുത്തിയെന്ന് പോലും ഓർമ്മയില്ല. എന്നെ ക്രിസ്തു അയച്ചത് സ്നാനപ്പെടുത്താനല്ല,
ചില കല്യാണ വേദികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെൻ്റെ 1433 കല്യാണമാണ്. പൗലോസ് പറയുന്നത് ആരെയൊക്കെ സ്ഥാനപ്പെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. ആദ്യം പറയുന്നു ക്രിസ്പോസിനെയും ഗായോസിനെയും, അല്ലല്ല അല്പം കഴിഞ്ഞ് ഞാൻ മറന്നുപോയതാണ്, സ്തേഫാനോസിന്റെ കുടുംബമുണ്ട്. ആരെ സ്നാനപ്പെടുത്തിയതിന്റെ കണക്ക് പോലും പൗലോസിന് വെക്കേണ്ട ആവശ്യമില്ല. അവൻ പ്രശംസിക്കുന്നത്, പൗലോസ് പുകഴുന്നത് സ്നാനപ്പെടുത്തിയവരുടെ എണ്ണത്തിലല്ല, സ്ഥാപിച്ച സഭയുടെ വലിപ്പത്തിലല്ല, എന്റെ കാലത്ത് സഭാഹോള് വെച്ചതെന്നോ, ഞാനാണ് ഈ ആത്മാക്കളെ നേടിയെന്നോ, ഞാൻ ഇതൊക്കെ വെട്ടിപ്പിടിച്ചെന്നോ, എന്റെ ശുശ്രൂഷയിൽ ഇതൊക്കെ വിടുതൽ നടന്നെന്നോ, ഞാൻ തൊട്ടപ്പോൾ ഇത് നടന്നെന്നോ, എന്റെ രൂമാലിൽ കൂടി വിടുതൽ വ്യാപരിച്ചെന്നൊന്നുമല്ല പൗലോസിന്റെ പ്രശംസ. ഞാനാകുന്നത് കൃപയാലത്രേ. കൃപ കൃപ കൃപ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവന് പിന്നെ പൊങ്ങച്ചം പറയാനില്ല, പിന്നെ ഉന്നത ഭാവം പറയാനില്ല. ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്, എന്നെ കഴിഞ്ഞ ആരും ഇവിടെ ഇല്ലെന്നുള്ള ആ ധാഷ്ട്യം, ആ ഉന്നത ഭാവം ഉടയുന്നത്, പൊളിയുന്നത് അകാല പ്രജയായ യേശുവിന്റെ ദർശനം കണ്ട പൗലോസിനെ പോലെ ഇന്ന് യേശുവിന്റെ ഒരു മുഖദർശനം കണ്ടാൽ നമ്മുടെ നിഗളങ്ങളെല്ലാം താണ് ഒന്നുമില്ലാതായി മാറും. നമുക്കിന്നും ഒത്തിരി അഹങ്കരിക്കാനും സ്ഥാനമാനങ്ങളിലും പുകഴ്ചയിലും നമ്മൾക്കുള്ള ഡിഗ്രിയിലും നമ്മൾക്കുള്ള വേദികളിലും നമ്മൾക്കുള്ള സഭയിലെ സ്ഥാനത്തിലും നമുക്കുള്ള സംഘടനയിലെ പദവികളിലും ഇതിലൊക്കെയാണ് നാം അഭിമാനം കണ്ടെത്തെങ്കിൽ അയ്യോ കഷ്ടം. നമുക്ക് മുൻപായി പോയ നാഥന് ലോകം തന്ന തസ്തികകൾ ഒന്നും ചേർന്നില്ല. അവനെ രാജാവാക്കാൻ ഭാവിച്ചവരെ വിട്ടവൻ ഓടിപ്പോയി. അപ്പോസ്തലന്മാരിൽ ഈ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്ന പൗലോസാണ്. ഞാൻ എല്ലാവരെക്കാൾ അധികം അധ്വാനിച്ചു, എല്ലാവരെക്കാൾ അധികം പ്രവർത്തിച്ചു. പക്ഷെ എന്റെ പ്രശംസ എന്റെ അധ്വാനമല്ല, എന്റെ പ്രശംസ എന്റെ മിടുക്കോ എന്റെ കഴിവോ ഞാൻ കാണിച്ച ആത്മീയ ആ ഉഷിരോ അല്ല. എന്റെ പ്രശംസ എന്ന് പറയുന്നത് ഞാനാകുന്നത് കൃപയാൽ അത്രേ. ശുശ്രൂഷകന്മാരായ ഞങ്ങളിൽ ആരംഭിച്ച് ജനങ്ങളിലേക്ക് ഈ താഴ്മയൊന്ന് ഒഴുകി വരട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവന് നിഗളിക്കാൻ ഒന്നുമില്ല. കാരണം അവൻ കണ്ടത് വെറും മനുഷ്യന്റെ മുഖമല്ല, അവൻ കണ്ടത് ഏതോ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മുഖമല്ല, അവൻ കണ്ടത് ചങ്കിലെ ചോര ഊറ്റി അവന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് അവന്റെ പാപങ്ങളെയെല്ലാം തന്റെ മേൽ വഹിച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആ ആടിനെ പോലെ മൗനം പാലിച്ച് മരണവിധിക്ക് ഏൽപ്പിക്കപ്പെട്ടവനായി ഗോൽഗോത്തായിലേക്ക് നടന്നു നീങ്ങിയ യേശുവിനെ അവൻ കണ്ടുമുട്ടി. എന്താണ് അവൻ കണ്ടുമുട്ടിയത്? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവൻ എന്താ കാണുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരത്തിൽ ചില ദ്വാരങ്ങളുണ്ട്, ചില മുറിപ്പാടുകളുണ്ട്. തോമാസ് ഇട്ട മാർവിലെ ഒരു മുറിവുണ്ട്. തന്റെ കയ്യിലും വിലാപ്പുറത്തും കാലിലുമുള്ള ഈ പഞ്ചമുറിവുകൾ പറയുന്നത് എന്റെ രക്ഷയ്ക്കായി യേശു കൊടുത്ത വിലയാണ്. എന്താണ് വില? എന്താണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുമ്പോൾ എന്റെ നിഗളങ്ങൾ ഇടിഞ്ഞുടയാൻ കാരണം? യേശു ക്രൂശിൽ ചെയ്ത വെളിപ്പാട്, സുവിശേഷത്തിന്റെ ആന്തരിക സത്യം എന്റെ ഉള്ളിൽ ആ ആത്മാവിനാൽ ബോധ്യമായി. എന്ത് ബോധ്യമായി? പാപം അറിയാത്ത യേശു, പാപം ചെയ്യാത്ത യേശു തന്റെ ഇളയത്തങ്ങൾക്ക് മാത്രമല്ല, തന്റെ സമൂഹത്തിൽ മാത്രമല്ല, അന്നുള്ള ആരുടെ മുൻപിലും നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്നു എന്ന് ചോദിക്കുവാൻ കേൾപ്പുള്ള ഒരുവൻ, ദൈവപ്രസാദത്തിന്റെ ജീവിതം നയിച്ച ഒരുവൻ, പാപമറിയാത്തവൻ, 33 തിരുവയസ്സിൽ അർത്ഥനഗ്നനായി ഇറച്ചിക്കടയിൽ മാംസം തൂക്കിയിടുന്നത് പോലെ ക്രൂശിൽ തൂക്കപ്പെട്ടവനായി മരണമണയുമ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് ഒരു വാക്കിൽ പറഞ്ഞ് അതിന്റെ മുൻപിൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത ഇങ്ങനെ ജീവിതങ്ങളെ മാറ്റാൻ കാരണം എന്താ? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത യാക്കോബിനെ മാറ്റാൻ കാരണം എന്താ? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത പൗലോസ് എന്ന നിഗളിയെ ഈ താഴ്മ ധരിപ്പാൻ പ്രേരിപ്പിക്കുവാൻ കാരണം എന്താ? ക്രൂശിൽ നടന്ന വെളിപ്പാടാണ്. ക്രൂശിൽ എന്ത് സംഭവിച്ചെന്ന് അകക്കണ്ണിൽ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ തിരിച്ചറിഞ്ഞതാണ്. എന്താ തിരിച്ചറിഞ്ഞത്? നിങ്ങളുടെ ശ്രദ്ധ പോകരുത്.
ഇതുവരെ പറഞ്ഞ സന്ദേശത്തിന്റെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മിസ്സായാലും എനിക്ക് വിഷയമില്ല. തുടർന്ന് ഞാൻ പറയുന്ന ഈ കാതലായ സത്യം നിങ്ങളുടെ ഉള്ളിലൊന്ന് ആഴമായി പതിഞ്ഞ് അകക്കണ്ണുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മുഖദർശനം പ്രാപിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ക്രൂശിൽ നടന്നത് എന്താ അതൊന്ന് മനസ്സിലാകണമെങ്കിൽ തലേ രാത്രിയിൽ പോകണം. ആ ഗെത്സമനയുടെ തോട്ടത്തിൽ യേശു 3 വട്ടം പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഞാൻ ചെറുപ്പം മുതലേ ചോദിച്ച് മടുത്തൊരു ചോദ്യം, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു. എന്താണ് യേശു മരണത്തിന് മുൻപിൽ പേടിച്ചു പോയോ? കാരണം ഞാൻ അന്ന് വായിച്ച മിഷണറി കഥകളിലൊക്കെയും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവർ മരണത്തിന് മുൻപിൽ ഭയം കൂടാതെ നിൽക്കുക. പക്ഷേ യേശു മരണത്തെ കണ്ടപ്പോൾ ഒന്ന് വിരണ്ടു പോയതുപോലെയോ ഒന്ന് വൈമനസ്യം കാട്ടിയതുപോലെയൊക്കെ തോന്നിപ്പോകും. യേശു ഭയന്നത് മരണത്തെ അല്ല. യേശു ഭയന്നത് ക്രൂശിലെ രോധനങ്ങളെയോ ശാരീരിക പീഡയോ അല്ല. അവിടുത്തെ വാക്ക് ശ്രദ്ധിച്ചാൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. എന്താണ് ഈ പാനപാത്രം? ഉയർത്തെഴുന്നേറ്റ യേശു ജയശ്രീലാളിതനായി പ്രത്യക്ഷതകളിൽ കൂടി അവിടുത്തെ ജനത്തെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ ഏത് പാനപാത്രമാണ് അവിടുന്ന് നീക്കപ്പെടുവാൻ ആവശ്യപ്പെട്ടത്? ദൈവകോപത്തിന്റെ പാനപാത്രം. യോഹന്നാൻ 3:36 ഇങ്ങനെയാ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണത്തില്ല. ദൈവത്തിന്റെ കോപം അവന്റെ മേൽ ഇരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഏത് വ്യക്തിയുടെ മേൽ എന്താ ഇരിക്കുന്നത്? ദൈവകോപമാണ്. റോമർ 1:18 ഇങ്ങനെയാ പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന എല്ലാ മനുഷ്യർക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുക. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത ആളുകളെ മാറ്റാൻ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നത്, നാം ദൈവകോപത്തിന്റെ കീഴിലായിരുന്നു. രക്ഷിക്കപ്പെടാത്ത ഈ ദേശനിവാസികൾ എത്ര ഉന്നതരാണെങ്കിലും, എത്ര പണമോ പത്രാസോ പഠിപ്പോ ഉണ്ടെങ്കിലും അവർ ദൈവകോപത്തിന്റെ കീഴിലാണ്. ഇനി അടുത്തത് പറയുന്ന അല്പം പ്രയാസം തോന്നിയാലും ഞാൻ പറയും, നമ്മുടെ രക്ഷിക്കപ്പെടാത്ത എല്ലാ മക്കളും ദൈവകോപത്തിന് കീഴിലാണ്. 15-ാം വയസ്സിൽ 10ാം ക്ലാസ് ആകുമ്പോൾ എല്ലാത്തിനെയും നേരത്തി പിടിച്ച് വെള്ളത്തിൽ മുക്കിപ്പൊക്കിയാൽ രക്ഷിക്കപ്പെടത്തില്ല. അതൊരു വെറും കർമ്മമാണ്. അത് ശിശുസ്നാനത്തിന് തുല്യമാണ്. യഥാർത്ഥമായി സുവിശേഷം മനസ്സിലാകാതെ മുങ്ങിപ്പൊങ്ങിയതൊന്നും സ്വർഗത്തിൽ പോത്തില്ല. പള്ളിയിൽ അച്ഛനോട് വഴക്കിട്ട് പെന്തക്കോസ്തിൽ കയറി സ്നാനപ്പെട്ടവരെ എനിക്കറിയാം. പൾസർ ബൈക്ക് കിട്ടാൻ സ്നാനപ്പെട്ട ചെറുപ്പക്കാരെ എനിക്കറിയാം. ഇങ്ങനൊക്കെ ഏത് വകുപ്പിലും സ്നാനപ്പെട്ടാൽ അക്കരെ എത്തുമെന്ന് ചിന്തിക്കരുത്. സ്നാനമെന്ന ക്രിയയിലല്ല രക്ഷ, രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. യഥാർത്ഥമായ രക്ഷാനിർണയം വന്നവൻ സ്നാനപ്പെടും. പക്ഷേ സ്നാനപ്പെട്ടതിൽ എനിക്കെന്തോ ഒരു അനുഭൂതി ഉണ്ട്, എനിക്കെന്തോ തോന്നി ഞാൻ സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവാന്നല്ല. യഥാർത്ഥമായി കാര്യം മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെടുന്നു. എന്താ കാര്യം? ഞാൻ ദൈവകോപത്തിന് കീഴിലായിരുന്നു. രക്ഷിക്കപ്പെടാത്ത ഏത് സന്തതിയും, ഏത് വലിയവനും, ഏത് കൊലകൊമ്പനും ദൈവകോപത്തിന്റെ കീഴിലാണ്. ഈ ദൈവകോപത്തെ ആർക്കും നീക്കം ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ കാൽവറി ക്രൂശിൽ നാം ചെയ്ത പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. യേശു ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നാം ചെയ്ത പാപം, നാം ചിന്തിച്ച പാപം, നമ്മുടെ വൃത്തികെട്ട ജീവിതത്തിൽ ദൈവത്തെയും യേശുവിൻ്റെ കൃപയും കൂടാതെ നമ്മുടെ ഭൂതകാലത്തിൽ വന്നുപോയതെല്ലാം, മനുഷ്യൻ കാണാത്തതും കണ്ടതും പരസ്യവും രഹസ്യവും ആരോടും പറയാൻ നാണിക്കുന്നതുമായ നമ്മുടെ ജീവിതത്തിന്റെ സർവമാന പാപങ്ങളെയും യേശുവിന്റെ മേൽ ചുമത്തിയിട്ട് എന്ത് ചെയ്തു? ആ പാപത്തിന് കൊടുക്കേണ്ട ന്യായമായ ദൈവനീതിയുടെ ശിക്ഷ നടപ്പിലാക്കി. അതാണ് നമ്മൾ പലപ്പോഴും അർത്ഥമറിയാതെ പാടുന്നത്, ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. യേശു ദൈവകോപത്തിയിൽ വെന്തെരിയുകയാണ് ക്രൂശിൽ. അതാണ് യെശയ്യാ 53:10 പറയുന്നത്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ക്രൂശിൽ എന്താ നടന്നത്? ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ കുറ്റാക്കൂരിട്ട്, 6 മണി മുതൽ 9 മണി വരെ ദേശത്തെങ്ങും തൊട്ട് സ്പർശിക്കാമെന്ന് ഇരുട്ട് വ്യാപരിച്ചു. ഈ 2 മണിക്കൂറുകളിൽ നടന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തി ദൈവപിതാവ് മുഖം മറച്ചുകൊണ്ട് പാപത്തിൻ്റെ
പകരക്കാരനായി യാഗമായി മരിക്കുന്ന യേശുവിലേക്ക് നോക്കാതെ ഈ യേശുവിനെ ദൈവകോപത്തിന്റെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 9-ാം മണി യേശു നിലവിളിച്ച് പറയുന്നത് എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തിന്? നമ്മളെ ചേർത്തുകൊള്ളുവാൻ, ഈ ദേശത്തുള്ള ഓരോരുത്തരെയും ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് പിടിക്കുവാൻ പിതാവായ ദൈവം പുത്രനെ, ഓമനക്കുമാരനെ ക്രൂശിൽ കൈവിട്ടു. ഇത് വിശ്വസിക്കുമ്പോഴാണ്, യേശു എൻ്റെ പകരക്കാരനായി മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് പ്രത്യക്ഷനാകുന്നത്. യേശുവിൻ്റെ പാപപരിഹാര പകരക്കാര യാഗത്തെ തിരിച്ചറിയുന്നതാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വെളിപ്പാടിലേക്ക് എന്നെ നയിക്കുന്നത്. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്താ നടക്കുന്നത്? 2 കാര്യങ്ങളാണ് നടക്കുന്നത്. 5 മിനിറ്റിൽ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താം. ഞാൻ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ യേശു എൻ്റെ പകരം മരിച്ചു, യേശു എൻ്റെ പരിഹാരകൻ, യേശു എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണവും ദൈവകോപവും എനിക്ക് പകരമായി ഊറ്റിക്കുടിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ 2 കാര്യങ്ങൾ നടക്കുക. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാപങ്ങൾ മോചിച്ചു കിട്ടുക. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ. ചിലപ്പോഴൊക്കെ ലോട്ടറി ടിക്കറ്റുകാർ എൻ്റെ അടുത്ത് വന്ന് പറയും, ഇന്നത്തെ ഭാഗ്യക്കുറി. ഞാൻ അവരോട് സാധാരണ 1-ലധികം തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലോട്ടറി ഓൾറെഡി അടിച്ചു, എൻ്റെ ലംഘനം ക്ഷമിച്ചു കിട്ടി, പാപം മറച്ചു കിട്ടി. 1-ലധികം ലോട്ടറി കച്ചവടക്കാരോട് നിർത്തി സുവിശേഷം പറയാൻ ഞാൻ അവസരം കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ഞാൻ അവരെക്കാൾ വലിയ, ഈ നാട്ടിൽ ഏറ്റവും വലിയ ലോട്ടറി അടിക്കുന്നവനേക്കാൾ വലിയ ഒരു ലോട്ടറി എനിക്ക് അടിച്ചു. എന്താണ്? എൻ്റെ പാപത്തിന്റെ ബഹുസാഗരത്തെ യേശു നീക്കം ചെയ്ത് എന്നെ പാപത്തിന്റെ അഗാധ കൂപത്തിൽ നിന്ന്, ചേറ്റിൽ നിന്ന് എന്നെ കരറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്റെ നാവിൽ പുതിയ പാട്ട് തന്നു. അതെന്റെ ദൈവത്തിന് സ്തുതി തന്നെ. യേശു പാപം മോചിച്ചു. യേശുവിന്റെ യാഗമരണത്താൽ എന്റെ പാപം നീക്കം ചെയ്യപ്പെട്ടു. 2, ഇത് നമ്മൾ ആരും അറിയാതെ പോകുന്നതാ. സുവിശേഷ പ്രസംഗകർ പലപ്പോഴും പറയാതെ പോകുന്ന സുവിശേഷത്തിന്റെ രക്ഷയുടെ, പാപപരിഹാരത്തിന്റെ നാണയത്തിന്റെ മറുവശം. എൻ്റെ പാപമെല്ലാം യേശു ചുമത്തിയെന്ന് മാത്രമല്ല, 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപം അറിയാത്തവൻ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്കായി പാപം ആയി എന്ന് പറഞ്ഞാൽ യേശു പാപമായി. യേശു എൻ്റെ പാപം വഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാപം യേശു ചെയ്തതായിട്ട് സ്വർഗം കണക്കിട്ടു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ പാപം യേശുവിൻ്റെ മേൽ കണക്കിട്ടത് കൊണ്ട് അതിനുള്ള ക്ഷമയായി, പരിഹാരമായി. എന്ന് മാത്രമല്ല, യേശു ജീവിച്ച പുണ്യമായ ജീവിതം ഞാൻ ജീവിച്ചതായിട്ട് ഞാൻ വിശ്വസിച്ച ഒറ്റ പേരിൽ ദൈവം കണക്കിടുകയാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. പാപപരിഹാരത്തിന് യേശുവിൻ്റെ മരണം മാത്രം മതിയായിരുന്നെങ്കിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയാൽ പോരെ? എന്തിനായി 33.5 വയസ്സ് ജീവിച്ചത്? ദൈവിക ന്യായപ്രമാണം നമുക്കാർക്കും ജീവിച്ച് അനുസരിച്ച് നിവർത്തിക്കാൻ കഴിയാതിരുന്നപ്പോൾ, നമ്മൾ അശക്തരായിരുന്നപ്പോൾ, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത് യേശു ജഡത്തിൽ ഈ ന്യായപ്രമാണം മൊത്തം അനുസരിച്ചു. യാക്കോബ് 2:10 പറയുന്നത്, ന്യായപ്രമാണത്തിൽ ഒരെണ്ണം തെറ്റിച്ചാൽ എല്ലാം തെറ്റി. ന്യായപ്രമാണം ഒന്നും തെറ്റിക്കാതെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീൻ എന്ന് പറഞ്ഞ യേശു ഞാൻ ജീവിക്കാൻ കഴിയാത്ത നീതിപൂർണമായ ജീവിതം ജീവിച്ചിട്ട് ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിക്കുമ്പോൾ എന്താ നടക്കുന്നത്? എൻ്റെ പാപമെല്ലാം യേശു ക്ഷമിച്ചെന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ നീതി, യേശു ജീവിച്ച ജീവിതം ഞാൻ ജീവിച്ചതായിട്ട് സ്വർഗം കണക്കിടുക. ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. റോമർ 4:5 അബ്രഹാമിനെ കുറിച്ച് അതാ പറയുന്നത്, അഭക്തനായവൻ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച ആ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു.
എന്റെ പാപമെല്ലാം യേശുവിന്റെ മേൽ കണക്കിട്ടെന്ന് മാത്രമല്ല, ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശുവിന്റെ നീതി എനിക്ക് സൗജന്യമായി കണക്കിട്ടു. ഞാൻ യേശുവിൽ ദൈവത്തിന്റെ നീതിയായി മാറി. എന്താണ് ഞാനിത് പറയാൻ താല്പര്യം? ഇതുവരെ സുവിശേഷത്തെ ഏറ്റെടുക്കാത്ത ഒരാളെങ്കിലും ഈ പന്തലിലോ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് നിർമ്മല സുവിശേഷം. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എൻ്റെ പകരക്കാരനായി മരിച്ചു. എനിക്ക് ജീവിക്കാൻ കഴിയാത്ത ആ ജീവിതം യേശു ജീവിച്ചു. ആ ജീവിതം ഞാൻ ജീവിച്ചതായിട്ട് കണക്കിട്ടു. ഇപ്പോൾ ഞാൻ ദൈവ മുൻപിൽ നിൽക്കുന്നത് യേശുവിന്റെ നീതിയാൽ പൊതിയപ്പെട്ടവനായിട്ടാണ്. എന്താ എൻ്റെ അർത്ഥം? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വെളിപ്പാട് ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ അനുഭവിക്കേണ്ട നരകവ്യഥ, നിൻ മരണം മൂലം എൻ നരകം നീ അകറ്റി, നിൻ മഹത്വം തേടി ഇനിയും എൻ കാലം ഞാൻ കഴിക്കുമെന്ന് ഇന്നാര് സമർപ്പിക്കും? നിന്റെ നരകം യേശു നീക്കി, നിന്റെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. ദൈവ കോപത്തിൽ യേശു വെന്തുരുകി. എന്തിനാണ്? നീ ഒന്നും ചെയ്യണ്ട, മല കയറണ്ട, തീർത്ഥസ്ഥലത്ത് പോകണ്ട, കാണിക്ക കൊടുക്കണ്ട, ഒരു പട്ടക്കാരനെയോ ഒരു പാതിരിയെയോ ഒരു പാസ്റ്ററെയോ നീ കാണണ്ട, ഒരു മതമേലധ്യക്ഷനെയോ മധ്യസ്ഥനെയോ നീ തേടിപ്പോകണ്ട. നീ ഉള്ള ഇടത്ത്, നീ ഇരിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന ആ വീടിന്റെ മുറ്റത്ത്, നിന്റെ വീടിന്റെ ഉള്ളറയിൽ നീ ഒന്ന് പറയുക, ഞാൻ പാപിയാണ്, യേശുവേ എന്റെ പാപത്തിനു വേണ്ടി നീ മരിച്ചു എന്ന് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. എന്റെ പകരക്കാരനാണെന്ന് നീ എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ നടക്കുക. ഒന്ന്, പാപം ക്ഷമിക്കപ്പെടുന്നു. രണ്ട്, യേശുവിന്റെ നീതി ലഭിക്കുന്നു. അങ്ങനെ നീതി ലഭിച്ചവൻ പറയുന്നത്, ഞാൻ എല്ലാവരെക്കാളും അധികം അധ്വാനിച്ച് കാണും, പക്ഷെ ഞാനല്ല എന്നിൽ വസിച്ച, എന്നോട് കൂടെ ഇരുന്ന ഒരു വലിയ ദൈവ കൃപയുണ്ട്. കാൽവരിയിൽ നിന്ന് ഒഴുകി വന്ന ക്രൂശിന്റെ ചുവട്ടിൽ എന്നിലേക്കൊരു പ്രവാഹമായി വന്ന ദൈവകൃപയുടെ ഒരു അണപൊട്ടി ഒഴുകിയ ഒരു വലിയ നദിയുണ്ട്. ആ നദിയിൽ ഞാൻ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. എൻ്റെ പാപം മോചിച്ചിരിക്കുകയാണ്. യേശു എൻ്റെ നീതിയായി തീർന്നിരിക്കുക. ഇനി മനുഷ്യ സ്ഥാനമാനങ്ങളല്ല, മനുഷ്യ അംഗീകാരമല്ല, മനുഷ്യന്റെ പേരോ പ്രശസ്തിയോ, മനുഷ്യന്റെ മുൻപിൽ എന്തെങ്കിലും വലിയ ആളായിത്തീരുന്നതല്ല. എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ ഉള്ളിൽ വന്ന നാഥൻ, എനിക്ക് പ്രത്യക്ഷനായ ഉയർത്തെഴുന്നേറ്റ യേശു, അവിടുത്തെ സ്വഭാവത്തെ പ്രതിബിംബിച്ച് ഒരു ജീവിതം നയിക്കുവാൻ, അവിടുത്തെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആദ്യമായി ഇന്ന് സുവിശേഷം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഞാൻ സുവിശേഷം ഒത്തിരി കേട്ടു, പക്ഷെ ഇങ്ങനെയുള്ള സുവിശേഷം, വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ് ഞാൻ കേട്ടിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷത ആളുകളെ മാറ്റുന്നതിന്റെ വിധം ഇതാണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. യാക്കോബിനെ മാറ്റി, വീട്ടിലുള്ളവനെ മാറ്റി, ഉപദ്രവിയായ നിഷ്ഠൂരനായ ശൗലിനെ മാറ്റി. എന്നെയും ഈ സുവിശേഷത്തിന് മാറ്റാൻ കഴിയുമല്ലോ. എന്നെ ഒന്ന് മാറ്റണമേ, എന്നെ ഒന്ന് നീതിയാക്കണമേ. പ്രവർത്തിക്കാത്തവനെ വിശ്വാസം നിമിത്തം അംഗീകരിക്കുന്ന ദൈവമേ, എൻ്റെ വിശ്വാസത്തെ അവിടുത്തെ പുത്രന്റെ യാഗമരണം നിമിത്തം നീതിയായി ഒന്ന് കണക്കിട്ട് എന്നെ ഒന്ന് ഏറ്റുകൊള്ളണമേ. ഞാൻ അപ്പോൾ ധന്യനാകും. സ്വർഗീയ പിതാവേ, ഈ വചനത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണം. സുവിശേഷം അംഗീകരിക്കാത്ത ഒരു ജീവിതമെങ്കിലും, ഒരു തലമുറയെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഒരു നാമധേയ പെന്തക്കോസ്തിന്റെ ലേബിളിൽ ഒരു ജീവിതം മതത്തിന്റെ വേലിക്കെട്ടിൽ ജീവിച്ചു തീർക്കാനല്ല, യഥാർത്ഥ പെന്തക്കോസ്ത് അനുഭവം ഉള്ളിൽ വന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മുഖദർശനം കണ്ട് ആൾ മാറിയവരെ പോലെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ദേശത്തും വ്യത്യസ്തരായി, വിശുദ്ധരായി, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി, അവിടുത്തെ മഹത്വത്തിനായി ജീവിപ്പാൻ അവിടുത്തെ ജനത്തെ യോഗ്യരാക്കണം. അവിടുന്ന് വെല്ലുവ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനം ഈ ദേശത്തിന് വിടുതലാക്കി ഭവിച്ചതിനായി സ്തോത്രം. എല്ലാം ജീവനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.